Students, are there? Yes, ma'am. Okay, so let's start our session. Okay, now. So we have been discussing the chapter Morphology of Flowering Plants. അല്ലേ നോക്കിയിരുന്നോ എക്സാമ്പിൾസ് ഒക്കെ പഠിക്കാനായിട്ട് ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്നിട്ട് നമ്മൾ പ്ലാസന്റേഷൻ ആണ് നോക്കിയിരുന്നത് ഞാനിപ്പോ എടുത്തിരിക്കുന്നത് നമ്മൾ ഇന്ന് തേർഡ് സെഷൻ ആയല്ലോ മോർഫോളജി നമുക്ക് ഇന്ന് അനാട്ടമിയും കൂടി സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമുക്ക് എല്ലാ ചാപ്റ്ററും എന്താണ് കവർ ചെയ്യണല്ലോ ഞാൻ പ്ലാസന്റേഷന്റെ ഒരു ടേബിൾ പോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് where you can see the name or the type of placentation along with some key points in their definition and examples. So main ആയിട്ടും ഈ പോർഷനിൽ നിന്ന് വരാറ് എക്സാമ്പിൾസ് ആണ് at the same time അവരുടെ ഡെഫിനിഷനും ഇമ്പോർട്ടന്റ് ആണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ടെക്സ്റ്റിലുള്ളത് ഡെഫിനിഷൻ എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് ഡെഫിനിഷനും എക്സാമ്പിൾ ആണുള്ളത് അപ്പൊ ഞാൻ ഇത് നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിക്കുന്ന പോലെ അല്ല നീറ്റിന് പഠിക്കാം നീറ്റിന് പഠിക്കുമ്പോൾ ഓപ്ഷൻസ് ഒക്കെ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട് അതായത് നിങ്ങൾ തന്നെ ഇരുന്ന് ആലോചിച്ച് എഴുതി ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എവറിത്തിങ് ഈസ് ദർ ഇൻ ഫ്രണ്ട് ഓഫ് യു യു ജസ്റ്റ് ഹാവ് ടു സെലക്ട് ദി പ്രോപ്പർ ആൻസർ അല്ലെ അപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം ആൻസർ അപ്പൊ നമ്മൾ പറഞ്ഞ പ്ലാസന്റേഷൻ ടൈപ്സ് ഏതൊക്കെയായിരുന്നു മാർജിനൽ ആക്സൈൽ പരീറ്റൽ ഫ്രീ സെൻട്രൽ ആൻഡ് ബേസൽ എക്സാമ്പിൾസ് ഞാൻ അന്ന് പറഞ്ഞിരുന്നു അത് പഠിക്കാനുള്ള ട്രിക്കും ഞാൻ പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടോ മാർജിനൽ പ്ലാസന്റേഷൻ എന്തായിരുന്നു മാർജിനൽ എന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു മാർജിനെ പറ്റിയിട്ടൊക്കെ ആലോചിച്ച് നോക്കാം അപ്പൊ അവർ പറയും അവരുടെ ഡെഫിനിഷൻ ഉണ്ടായിരിക്കും ഞാൻ എന്താണ് പ്ലാസന്റ എന്ന് പറഞ്ഞിരുന്നു ഡു യു റിമെമ്പർ ദാറ്റ് ഓവറിയുടെ ഉള്ളിലാണ് ഒവ്യൂൾ കാണുന്നത് and that ovule is attached to a structure called placenta അല്ലെങ്കിൽ നമുക്ക് പറയാം ഒവ്യൂളും ഓവറിക്കും ഇടയിൽ ഒരു ടിഷ്യൂ അതാണ് പ്ലാസന്റ എന്ന് പറയുന്നത് ഓക്കെ സോ പ്ലാസന്റ ഫോംസ് എ റിഡ്ജ് കുറച്ചൊരു എന്താണ് ഒരു സെപ്പറേറ്റ് പോർഷൻ പോലെ സെപ്പറേറ്റ് അല്ല കുറച്ച് ഇങ്ങനെ swollen ആയിട്ടുള്ള ഒരു പോർഷൻ പോലെയൊക്കെ നമ്മൾ വിചാരിക്കാം ഇറ്റ് ഫോംസ് എ റിഡ്ജ് അലോങ് ദി വെൻട്രൽ ഫ്യൂച്ചർ ഓഫ് ദി ഓവറി എന്റെ എക്സാമ്പിൾ വരുന്നത് പി ആണ് എക്സൈൽ പ്ലാസന്റേഷൻ പറഞ്ഞിരുന്നു ഒരു സെൻട്രൽ ആക്സിസിന്റെ കാര്യം പറയും അതേപോലെ ഈ സെക്കൻഡ് പിക്ചർ നോക്കാം ഈ പിക്ചർ ഇതില് ഓവറിയുടെ ഒരു ക്രോസ് സെക്ഷൻ ആണ് കാണിക്കുന്നത് മൾട്ടി ചേംബേർഡ് ആയിട്ടുള്ള ഓവറി ആയിരിക്കും കാണാം മൾട്ടി ചേംബേർഡ് ഇൻ ദ സെൻസ് അല്ലെങ്കിൽ മൾട്ടി ലോക്യുലർ ഓവറിയിൽ ഒന്നിൽ കൂടുതൽ ചേംബറുകൾ പോലെ നമുക്ക് കാണാൻ പറ്റും ഇനി ഒരു സെൻട്രൽ ആക്സിസിന് ചുറ്റുമായിട്ട് എന്താണ് ഒവ്യൂൾസ് അല്ലെങ്കിൽ നമുക്ക് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് പറയുവാണെങ്കിൽ സീഡ്സ് അറേഞ്ച് ചെയ്ത പോലെ കാണാൻ പറ്റും ഇപ്പൊ ടൊമാറ്റോനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ യു വിൽ സീ സീഡ്സ് ലൈക്ക് ദിസ് അല്ലെങ്കിൽ ലെമൺ ഏറ്റവും നല്ല എക്സാമ്പിൾ നമുക്ക് കാണാവുന്നത് ലെമൺ ഒരു ലെമൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സീഡ് എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കി നോക്കാം ഓക്കെ സോ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു എക്സൈൽ എക്സാമ്പിൾ ലെമൺ ചൈനാറസ് ടൊമാറ്റോ ആണ് അതിന് നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ ട്രിക്ക് ആയിട്ട് പറഞ്ഞത് ആക്ച്വലി നാളെ എന്താ ഫുഡ് എന്ന് ചോദിക്കാം ആക്ച്വലി എക്സൈൽ എന്നുള്ളതിന് അപ്പൊ നാളെ എന്താ ഫുഡ് കൊടുത്തിരിക്കുന്നത് ലെമൺ ചിക്കൻ ആണ് ടുമാറോ ലെമൺ ചൈനാറോസ് ടൊമാറ്റോ ലെമൺ ചിക്കൻ ടുമാറോ ഓക്കെ പരീറ്റൽ പ്ലാസന്റേഷന്റെ ഡെഫിനിഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എക്സൈലിന്റെ പോലെ മൾട്ടി ചേംബേർഡ് അല്ല ഓവറി അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും ഓവറി ഈസ് വൺ ചേംബേർഡ് ബട്ട് വിൽ ബിക്കം ടു ചേംബേർഡ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് എ ഫോൾസ് സെപ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടീഷൻ ക്രോസ് വാൾസ് അപ്പൊ ശരിക്കുള്ള സെപ്റ്റത്തിനൊക്കെ ഒരു ഡെഫിനിഷൻ ഉണ്ട് ഞാൻ അതൊന്നും ഡീറ്റെയിലോട്ട് പോകുന്നില്ല അപ്പൊ അവര് പറയുവാണ് ഫോൾസ് സെപ്റ്റം ഫോർമേഷൻ ഒക്കെ പറയുന്നുണ്ട് ഓവറി വൺ ചേംബേർഡ് ആണ് പക്ഷെ അത് ടു ചേംബേർഡ് ആകുന്നു ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഫോൾസ് സെപ്റ്റം ഇത് ഏത് പ്ലാസന്റേഷനിലാണ് കാണുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ പരീറ്റലിലാണ് കാണുന്നത് അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു പാരന്റ്സ് ആർ മീറ്റിംഗ് പരീറ്റൽ അർജുമോൺ മസ്റ്റാർഡ് ശരിയല്ലേ ഇനി അത് മാത്രമല്ല പരീറ്റൽ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് പിക്ചർ ക്യുക്കമ്പർ മേരെ എക്സാമ്പിൾ ആണ് കേട്ടോ എക്സൈലിൽ കാണുന്ന പോലെ സീഡ് സെൻട്രൽ അല്ല കാണുന്നത് ഓവറിയുടെ വോളുമിലാണ് എന്ത് കാണുന്നത് സീഡ്സ് അല്ലെങ്കിൽ ഒവ്യൂൾസ് കാണുന്നത് ഓവറിയുടെ വോളുമിലാണ് ഇത് കാണുന്നത് അല്ലാണ്ട് സെൻട്രൽ അല്ലല്ലോ കാണുന്നത് കണ്ടോ ക്യുക്കമ്പറിൽ നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും ശരിക്കും സോ അതാണ് പരീറ്റൽ ഇനി ഫ്രീ സെൻട്രലില് സെപ്റ്റം ആബ്സെന്റ് ആണെന്നുള്ള കാര്യം ഡെഫിനിഷൻ പറയുന്നുണ്ട് നിങ്ങൾ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ വേർഡുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം സെപ്റ്റ ആബ്സെന്റ് എന്നൊക്കെ പറയുന്നതാണ് ഫ്രീ സെൻട്രലിൽ വരുന്നത് എക്സാമ്പിൾ പറയുന്നത് ഫ്രീ സെൻട്രൽ ഡയാന്തസ് പ്രിംറോസ്
ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എക്സൈലിനെ പോലെ തന്നെ സെൻട്രലായിട്ടാണ് ഒവ്യൂൾസ് ഇരിക്കുന്നത്. പക്ഷെ അവിടെ എന്താണ്, ഒരു ചേംബറിംഗ് അല്ലെങ്കിൽ സെപ്റ്റം, ക്രോസ് വോൾസ് ഇല്ല അവിടെ. ബേസൽ പറയുന്നത് പ്ലാസന്റ ഡെവലപ്സ് അറ്റ് ദി ബേസ് ഓഫ് ദി ഓവറി. ഓവറിയുടെ ബേസിലാണ് പ്ലാസന്റ കാണുന്നത്. ഒരു സിംഗിൾ ഒവ്യൂളും കാണാം. എക്സാമ്പിൾ പറഞ്ഞത് മാരിഗോൾഡും സൺഫ്ലവറും. നമ്മൾ എന്താ പറഞ്ഞ, ബസ് മേരി സുൻ അല്ലെ, ബസ് മേരി സുൻ. ശരിയല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. വേഗം പറഞ്ഞ ആൻസർ. പ്ലാസന്റേഷൻ ഇസ് ദി അറേഞ്ച്മെന്റ് ഓഫ് സി. Placentation in which placenta forms a ridge along the ventral suture of the ovary and the ovules are born on this ridge forming two rows. ഒരു റിഡ്ജ്, ഒരു വെൻട്രൽ സ്യൂച്ചർ, അങ്ങനെ ഒരു മാർജിനെ പറ്റിയിട്ടൊക്കെ പറയണ്ടെങ്കിൽ അത് ഏതായിരിക്കും? A. Formation of false septum. എലിമിനേറ്റ് ചെയ്യാം. മാർജിനലിൽ ഇല്ല, നമ്മൾ അങ്ങനെയൊന്നും പറയുന്നില്ല, ഡെഫിനിഷൻ വേറെയാണ്. എക്സൈലിൽ നമുക്ക് ട്രൂ സെപ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ മൾട്ടി ലോക്കുലർ ഓവറി എന്നാണ് പറയുന്നത്. പിന്നെയുള്ള രണ്ടാൾക്കാർ ആരാ? ഫ്രീ സെൻട്രലും പരീറ്റലാണ്. ഫ്രീ സെൻട്രലിന്റെ പേരിൽ തന്നെ അങ്ങനെ ആലോചിക്കുക, ഫ്രീ സെൻട്രലാണ്. അവിടെ ക്രോസ് വോൾസ് പാർട്ടീഷനും ഇല്ല, ആള് ഫ്രീ ആണ്. സെപ്റ്റം ഇല്ല, ഫോൾസും ഇല്ല, ട്രൂ ഇല്ല. അപ്പോ പിന്നെ ഏതായിരിക്കും ഓപ്ഷൻ വരിക? പരീറ്റൽ. എക്സാമ്പിൾ ഒന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ നോക്കി? എക്സാമ്പിൾ വേഗം പറഞ്ഞേക്ക്. എന്തായിരുന്നു ഷോർട്ട് ഫോം? ഞാൻ പി ഇസ് ഫോർ മാർജിനൽ. ആ ഇങ്ങനെ തുറക്കുമ്പോ രണ്ട് റോ ആയിട്ട് കാണുന്നത്, പയറ് പൊളിക്കുമ്പോഴല്ലേ എങ്ങനെ കാണുന്നത്? പി മാർജിനൽ ആയിരുന്നു. ആക്ച്വലി നാളെ എന്താ ഫുഡ് എന്ന് ചോദിക്കുമ്പോ എന്താ പറഞ്ഞിരുന്നത്? എക്സൈൽ എന്ന് ചോദിക്കുമ്പോ എന്താ പറയാ? ലെമൺ ചിക്കൻ ടുമാറോ എന്നല്ലേ പറഞ്ഞിരുന്നത്? ലെമൺ അല്ല, ചൈന റോസ് അല്ല, ടൊമാറ്റോ അല്ല. ഫ്രീ സെൻട്രൽ എന്ന് പറഞ്ഞിരുന്നത് ഫ്രീ ഡി പി എന്നാണ്. ഫ്രീ ഡി പി, ഡയാന്തസും പ്രിംറോസും ആയിരുന്നു. പാരന്റ്സ് ആർ മീറ്റിംഗ്, അങ്ങനെയല്ലേ പറഞ്ഞ? പാരന്റ്സ് ആർ മീറ്റിംഗ്. ഏതായിരിക്കും? ഏതായിരിക്കും? ആർജിമോണും മസ്റ്റാർഡും. ഇതാ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ആക്ച്വലി ഷോർട്ട് ഫോം തന്നെ ഓർക്കാൻ പറ്റുന്നില്ലേ? ഇതാണ് സംഭവം. പാരന്റ്സ് ആർ മീറ്റിംഗ് എന്ന് പറഞ്ഞത് ഇവരെയാണ്, പരീറ്റൽ. ഇനി എന്താണ് ഈ പാരന്റ്സ് ആർ മീറ്റിംഗ് എന്നൊക്കെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് വിചാരിക്കല്ലേ കേട്ടോ. അതൊന്നും നിങ്ങളുടെ സയൻസ് തിയറിയിൽ വരുന്ന സാധനങ്ങളല്ല. മസ്റ്റാർഡും ആർജിമോണും ഓർത്ത് വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മസ്റ്റാർഡും ആർജിമോണും പരീറ്റൽ പ്ലാസന്റേഷൻ ആണെന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മാർജിനൽ, പി, ആക്സൈൽ, ലെമൺ, ചൈന റോസ്, ടൊമാറ്റോ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പ മറന്നു എന്ന് ചോദിച്ചാൽ മതി. കാരണം ഈ ഒരു ചാപ്റ്റർ മാത്രമല്ലല്ലോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയോ, ഞാൻ എന്നിട്ട് ഫ്രൂട്ടിലോട്ട് പോട്ടെ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ റൂട്ട്, സ്റ്റെം, ലീഫ്, പിന്നെന്താണ് ഫ്ലവർ കഴിഞ്ഞു. ഇനി അടുത്ത സാധനമാണ് എന്ത്? ഫ്രൂട്ട് എന്ന് പറയുന്നത്. വേഗം പറ, നിങ്ങൾ എൻജിയോസ്പേമിൽ പഠിക്കുന്നതാണ്. ഇത് ആക്ച്വലി എന്താണ്? ഒവ്യൂൾ ആണോ ഓവറി ആണോ ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്? ഒവ്യൂൾ ആണോ ഓവറി ആണോ ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്? അതെ, ഓവറിയാണ് ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്. അതിന്റെ ഉള്ളിലുള്ള ഒവ്യൂൾ എന്തായിട്ട് മാറും? ഓവറി വിൽ ബിക്കം ദ ഫ്രൂട്ട് ആൻഡ് ഒവ്യൂൾ വിൽ ബിക്കം ദി സീഡ്. ഒവ്യൂൾ എന്തായിട്ട് മാറും? സീഡ്. അതാണ് ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ സീഡ് ഫ്രൂട്ടിന്റെ ഉള്ളിൽ കാണുന്നത്. ഓക്കെ, ഇനി പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്താണെന്ന്. ഫ്രൂട്ട് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. സാധാരണ രീതിയിൽ നമ്മൾ പറയാ ഫെർട്ടിലൈസേഷന് ശേഷമാണ് എന്ത് ഫ്രൂട്ട് ഉണ്ടാകുന്നതെന്ന് പറയും. ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഉണ്ടാകുവാണ്. അതിനെ പറയുന്ന പേരാണ് എന്ത്? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്, ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഓഫ് ദി ഓവറി. ഇനി ഫ്രൂട്ടിന്റെ വോളിനെ പറയുന്ന പേരാണ് പെരികാർപ്പ്. മറക്കരുത്, ഫ്രൂട്ട് വോളിനെ പറയുന്ന പേരാണ് പെരികാർപ്പ്. ഈ പെരികാർപ്പ് ഡ്രൈ ആകാം, ഫ്ലഷി ആവാം. ഈ പെരികാർപ്പ് എങ്ങനെയാവാം? ഡ്രൈയും ആവാം, ഫ്ലഷി ആവാം. നമ്മൾ പറയില്ലേ ഡ്രൈ ഫ്രൂട്ടും പിന്നെന്താണ് നമ്മൾ പറയുന്ന ഉണക്കിയ ഫ്രൂട്ട് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഫ്രൂട്ട് ചിലത് ഡ്രൈ ആയിരിക്കും, ചിലത് ഫ്ലഷി ആയിരിക്കും.
ഡ്രൈ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലെ പെരികാർപ്പ് അത്ര ഫ്ലഷി ആയിരിക്കില്ല, ഫ്രൂട്ട് ബോൾ അത്ര ഫ്ലഷി ആയിരിക്കില്ല. മറ്റേ ഫ്രൂട്ട് ബോൾ നല്ല ഫ്ലഷി ആയിട്ട് വരുന്നതാണ് ഫ്ലഷ് എന്താണ് ഫ്ലഷ് ഉള്ള ഫ്രൂട്ട് അല്ലെങ്കിൽ ഫ്ലഷി ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഇടയിൽ തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അത്രക്കൊന്നും നിങ്ങൾക്ക് നോക്കി ചോദിക്കാറില്ല. ഫ്ലഷി ഫ്രൂട്ടില് പെരികാർപ്പ് ഫ്ലഷി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ടൊമാറ്റോ ഒക്കെ നല്ല ഫ്ലഷി അല്ലേ, ഉള്ളിൽ നമുക്ക് സീഡ് കാണാം, അതിന്റെ പുറത്ത് നല്ല പൾപ്പി ആയിട്ടുള്ള നല്ല ഫ്ലഷി ആയിട്ടുള്ള സംഭവം അല്ലേ, അപ്പൊ അതൊരു ഫ്ലഷി ഫ്രൂട്ട് ആണ്. ഓക്കെ, ഈ ഓക്കെ, ഇങ്ങനെ പെരികാർപ്പ് നല്ല ഫ്ലഷി ആണെങ്കിൽ അതിനെ 3 ലെയർ ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും, നമുക്ക് തിരിച്ചിക്കാൻ പറ്റും. പെരികാർപ്പിന്റെ തന്നെ 3 ലെയർ ആണ്, ഔട്ടർ എപ്പികാർപ്പ്, മിഡിൽ മീസോകാർപ്പ്, ഇന്നർ എൻഡോകാർപ്പ്. പലപ്പോഴും പല കുട്ടികളും തെറ്റിക്കുന്ന കാര്യമാണ്, ഫ്രൂട്ട് ബോളിന്റെ പേര് ചോദിക്കും and they will get confused, പെരികാർപ്പ് ആണോ എപ്പികാർപ്പ് ആണോ എന്ന് സംശയം വരാറുണ്ട്. അതിന്റെ ഒരു ആവശ്യമില്ല ആക്ച്വലി, കാരണം എപ്പികാർപ്പും എൻഡോകാർപ്പും രണ്ടും ഈ വെച്ച് തുടങ്ങുന്ന 2 ലെയറുകളാണ്, ഒന്ന് പുറത്തെ ലെയറുകളും ഒന്ന് ഉള്ളിലത്തെ ലെയറുകളും, ഇതെല്ലാം കൂടിയിട്ടാണ് എന്ത് പറയുന്നത്, പെരികാർപ്പ് എന്ന് പറയുന്നത്. സോ ഫ്രൂട്ട് ബോളിന്റെ പേര് പെരികാർപ്പ് എന്നാണ്. ഈ പെരികാർപ്പ് ഫ്ലഷി ആണെങ്കിൽ അതിനെ 3 ലെയർ ആക്കാൻ പറ്റും നമുക്ക്. ഔട്ടർ ലെയറിനെ എപ്പികാർപ്പ് എന്ന് പറയും, ഔട്ടർ ലെയറിനെ എപ്പികാർപ്പ് എന്ന് പറയും, മിഡിൽ ലെയറിനെ മീസോകാർപ്പ് എന്ന് പറയും, ഉള്ളിൽ കാണുന്ന ലെയറിനെ എൻഡോകാർപ്പ് എന്ന് പറയും. ഇനി എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ദാ മാംഗോന്റെയും കോക്കനട്ടിന്റെയും കാര്യമാണ് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്, അത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ടൊമാറ്റോ ചോദിച്ചിട്ടുണ്ട്, എന്ത് ഫ്രൂട്ട് ആണെന്ന്, അതൊരു ബെറി ഫ്രൂട്ട് ആണ്. ഓക്കെ, ബെറി ആണ്, അല്ലാതെ നമ്മൾ പറയുന്ന സ്ട്രോബെറിയും ബ്ലൂബെറിയും റാസ്ബെറിയും ഒന്നും അല്ല ആക്ച്വൽ ബെറി എന്ന് പറയുന്നത്. ബൊട്ടാനിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ കാര്യം വെച്ച് പറയുവാണെങ്കിൽ ടൊമാറ്റോ ഒക്കെ ആണ് ഒരു ബെറി ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ബെറി. ഇനി മാംഗോ കോക്കനട്ടും ഏത് ടൈപ്പ് ഫ്രൂട്ട് ആണെന്ന് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു ഫ്രൂട്ടിനെ ഒരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത് ഡ്രൈ എന്നും ഫ്ലഷി എന്നും പറഞ്ഞിട്ടാണ്. ഇനി ആ ഫ്ലഷിയിൽ തന്നെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യും, സിമ്പിൾ ഫ്രൂട്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ട്, കമ്പോസിറ്റ് ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യും. ഇനി ആ സിമ്പിൾ ഫ്രൂട്ടിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ട്, ഡ്രൂപ്പ്, ബെറി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതിലൊന്നാണ് പഠിക്കാൻ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്, ആൻഡ് ദാറ്റ് ഇസ് ഡ്രൂപ്പ് ഫ്രൂട്ട്. നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതിയാവും, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2016 ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ആയിരിക്കും, അതിൽ ചോദിച്ചിട്ടുണ്ട് കൊക്കനട്ട് ഏത് ടൈപ്പ് ഫ്രൂട്ട് ആണെന്ന്. ഡ്രൂപ്പ് എന്ന് അവിടെ ഓപ്ഷനിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾ അത് മാത്രം എടുത്ത് പറഞ്ഞാൽ മതി. മാംഗോയും കോക്കനട്ടും ഏത് ടൈപ്പ് ഫ്രൂട്ട്, അതിനെ ഡ്രൂപ്പ് ഫ്രൂട്ട്സ് എന്നാണ് പറയാം. ഇനി എന്തുകൊണ്ടാണ് അത് ഡ്രൂപ്പ് ഫ്രൂട്ട് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ എൻഡോകാർപ്പ് ഭയങ്കര സ്റ്റോണി ടൈപ്പ് ആയിരിക്കും. പല കാരണങ്ങളും പറയുന്നുണ്ട്, ഇതിൽ മെയിൻ ആയിട്ട് നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുള്ളതാണ്. അവരുടെ എൻഡോകാർപ്പ് എങ്ങനെയുള്ളതായിരിക്കും എന്നാ പറയുന്നത്, നല്ല ഹാർഡ് ആയിരിക്കും. ഡ്രൂപ്പ് ഫ്രൂട്ട്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഡെവലപ്പ് ചെയ്യുന്നത് മോണോകാർപ്പിലറി സുപ്പീരിയർ ഓവറീസ് എന്നാണ്. ഈ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത്, ആ വേർഡിന്റെ മീനിങ് ഒന്ന് പറഞ്ഞേ, മോണോകാർപ്പിലറി, വാട്ട് ഇസ് ഇറ്റ് മീൻ? മോണോകാർപ്പിലറി വേഗം പറയാം കേട്ടോ, 7:30 ആവുമ്പോഴേക്കും നമുക്ക് ഇതാവണം. മോണോകാർപ്പിലറി ഒന്ന് പറഞ്ഞേ, എന്താണ്? മോണോ മീൻസ് സിംഗിൾ അല്ലെ, കാർപ്പിലറി ഒരു കാർപ്പല്, അവരുടെ ഗൈനീഷ്യത്തിന്റെ യൂണിറ്റ് ആണ് കാർപ്പല്, അത് എത്ര ഉണ്ട്? ഒരെണ്ണം എന്നാ പറയുന്നത്. മോണോകാർപ്പിലറി സുപ്പീരിയർ ഓവറി, ഓവറി മുകളിലും ബാക്കി എല്ലാവരും താഴെയും തലാമസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. 1 സീഡഡ് ആണ്. മാംഗോലൊക്കെ ഒരു സീഡല്ലേ നമ്മൾ കാണുന്നത്? യെസ്. മാംഗോല് അതുപോലെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അവർ മാംഗോന്റെ എഡിബിൾ പാർട്ട് ഏതാണെന്ന്. ഒരു മാംഗോ എടുക്കുവാണെങ്കിൽ വാട്ട് ഇസ് ഇറ്റ്സ് എഡിബിൾ പാർട്ട്? പണ്ടൊക്കെ ചോദിച്ചിരുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആയിരുന്നു ഫ്രൂട്ട്സിന്റെ എഡിബിൾ പാർട്സ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഒരുപാട് പുറത്തുനിന്നൊക്കെ ചോദിക്കാറുണ്ട്, പക്ഷെ ഇപ്പോ അങ്ങനെ പോവാറില്ല ലാസ്റ്റ് കുറച്ച് ഇയേഴ്സ് ആയിട്ട്. സോ മാംഗോന്റെ എഡിബിൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഈ മീസോകാർപ്പാണ് എഡിബിൾ മാംഗോന്റെ കേസിൽ കേട്ടോ. അതേസമയം കൊക്കനട്ടിന്റെ മീസോകാർപ്പ് എന്ന് പറയുന്നത് അതിന്റെ ചകിരിയാണ്, അത് നമ്മൾ കഴിക്കാറുണ്ടോ? ഇല്ലല്ലോ. കോക്കനട്ടിന്റെ എന്താ നമ്മൾ കഴിക്കുന്നത്? കോക്കനട്ടിന്റെ എന്താ നമ്മൾ കഴിക്കുന്നത്? പ്ലസ് 2 പഠിച്ചിട്ടുണ്ടല്ലോ. ആ വൈറ്റ് മീറ്റ് എന്താ സാധനം? വൈറ്റ് മീറ്റും അതിന്റെ സീഡ് അല്ല, എൻഡോസ്പേം. അത് പ്ലസ് 2 നമ്മൾ പഠിക്കുന്നുണ്ട്. കോക്കനട്ടിന്റെ 2 എൻഡോസ്പേം ആയിട്ട്, ഒന്ന് ആ ഫ്ലഷ് മീറ്റ് ആയിട്ട് വരുന്നതും പിന്നെ ഒന്ന് അതിന്റെ വെള്ളവും. കോക്കനട്ട് വാട്ടർ ഇല്ലേ, ടെൻഡർ കോക്കനട്ട് വാട്ടർ, ഇത് രണ്ടുമാണ് അതിന്റെ
എൻഡോസ്പേം എന്ന് പറയുന്ന സംഭവം. സീഡ് ആക്ച്വലി നമുക്ക് അത്ര കാണില്ല. എൻഡോസ്പേം എന്ന് പറയുന്ന സാധനമാണിത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കേണ്ട കാര്യം, മാംഗോയും കോക്കനട്ട് എന്ത് ഫ്രൂട്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ച് പറയണത് ഡ്രൂപ്പ് ആണെന്ന്. എത്ര കാർപ്പല് എങ്ങനത്തെ ഓവറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോണോ കാർപ്പലറി സുപ്പീരിയർ ഓവറീസ് ആണ്. എത്ര സീഡ്? 1 സീഡഡ്. മാംഗോന്റെ ഇതിന്റെ ഡയഗ്രം നോക്കാം. പുറത്ത് കാണുന്ന സ്കിൻ പോർഷൻ ആണ് അതിന്റെ എപ്പികാർപ്പ്. ഉള്ളിൽ കാണുന്ന ഫ്ലഷി മീസോകാർപ്പാണ് നമുക്ക് എഡിബിൾ ആയിട്ടുള്ള സംഭവം. അതിന്റെ നമ്മൾ ഉള്ളിൽ സീഡ് എന്ന് പറയുന്നില്ലേ, മാംഗോന്റെ സീഡ് എന്ന് പറയുന്നില്ലേ, അതിന്റെ ഉള്ളിൽ കാണുന്ന സാധനമല്ലേ, അതും ഒരു എൻഡോകാർപ്പിന്റെ കവറിങ് ഉണ്ട്. അതിന്റെ ഉള്ളിലാണ് സീഡ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ കാണുന്ന ഫ്ലഷി മീസോകാർപ്പ് വരെയാണ്. അതിന്റെ ഉള്ളിൽ നമ്മൾ സീഡ് എന്ന് പറഞ്ഞെടുക്കുന്നതിന്റെ ഔട്ടർ ലെയർ ആക്ച്വലി ഇൻഡോകാർപ്പാണ്. അതിന്റെ ഉള്ളിലാണ് സീഡ് ഇരിക്കുന്നത്. ഇപ്പൊ ഡ്രൂപ്പ് ഫ്രൂട്ട്സിൽ സ്റ്റോണി എൻഡോകാർപ്പ് ഉണ്ടായിരിക്കും. കോക്കനട്ടും ഇത് തന്നെയാണ്, ഡ്രൂപ്പ് ആണ്. പക്ഷെ അതിന്റെ മീസോകാർപ്പ് എന്ന് പറയുന്നത് ഫൈബ്രസ് ആണ്. ആ ചകിരിയുടെ പോർഷൻ കണ്ടോ. അതുപോലെ ചിരട്ടയുടെ പോർഷൻ ഭയങ്കര ഹാർഡ് അല്ലേ, അതാണ് അതിന്റെ എൻഡോകാർപ്പ്. അതിന്റെ ഉള്ളിൽ ആക്ച്വലി അതിന്റെ എൻഡോസ്പേം ആണ് ഫ്ലഷി മീറ്റ് ഒക്കെ പറയുന്നത്. ക്ലിയർ ആണോ? ഇതൊന്ന് വേഗം ആൻസർ പറഞ്ഞേ. ഫ്രൂട്ട് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. Parthenocarp. Fruit ball is pericarp. Pericarp. Mango and coconut, the fruit is known as drupe. ശരി. ഇനി സീഡിനെ കുറിച്ചിട്ട് കേട്ടോ. സീഡ് എന്ന് പറയുമ്പോൾ എന്താണ്, സീഡിന്റെ ഉള്ളില് സീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് നോക്കുന്ന സാധനത്തിന് ഒരു സീഡ് കോട്ട് ഉണ്ടായിരിക്കും. അതിന്റെ ഉള്ളിൽ എംബ്രിയോ ഉണ്ടായിരിക്കും. അതാണ് സീഡ് കോട്ടും അതിന്റെ ഉള്ളിൽ എംബ്രിയോ. ഈ എംബ്രിയോ എന്ന് പറയുന്ന സാധനത്തിന് ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടായിരിക്കും. ഈ എംബ്രിയോണൽ ആക്സിസിന്റെ 2 പോർഷൻ ആയിട്ട് റാഡിക്കിളും പ്ലിമ്യൂളും കാണാം. ഈ പ്ലിമ്യൂളിന്റെ ഫർദർ എക്സ്റ്റൻഷൻ ആണ് എന്തായിട്ട് മാറുന്നത്? സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ പ്ലിമ്യൂളിൽ നിന്നാണ് എന്ത് വരുന്നത്? ഷൂട്ട് സിസ്റ്റം വരുന്നത്. റാഡിക്കിളിൽ നിന്നാണ് എന്ത് വരുന്നത്? റൂട്ട് സിസ്റ്റം വരുന്നത്. ഈ കോട്ടിലിഡന്റെ ഫംഗ്ഷൻ എന്താ? കോട്ടിലിഡൻ ന്യൂട്രീഷൻ ആണ്. കോട്ടിലിഡനിൽ ഒരുപാട് ഫുഡ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. സീഡ് ജെർമിനേറ്റ് ചെയ്ത് ഇലകൾ വരുന്ന വരെ അതിന് ജീവിക്കണ്ടേ, ഫോട്ടോസിന്തസിസ് ചെയ്യാറായിട്ടില്ലല്ലോ. അതുവരെയുള്ള ഫുഡ് ആണ് എന്ത്? കോട്ടിലിഡൻ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സീഡ് ഓവ്യൂൾ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഇൻടു സീഡ്. സീഡിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീഡ് കോട്ടും ഉണ്ടായിരിക്കും. അതിന്റെ ഉള്ളിൽ എംബ്രിയോ ഉണ്ടായിരിക്കും. എംബ്രിയോ അല്ലെങ്കിൽ എംബ്രിയോണൽ ആക്സിസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് എംബ്രിയോയില്. അതിന്റെ 2 അറ്റത്തായിട്ട് റാഡിക്കിൾ കാണാം, പ്ലിമ്യൂള് കാണാം, കോട്ട്ലിഡനും കാണാം. കോട്ട്ലിഡന്റെ എണ്ണം 1 ആവാം, 2 ആവാം. 1 ആണെങ്കിൽ അതിനെ മോണോ കോട്ട്ലിഡൻ എന്ന് പറയും. 2 ആണെങ്കിൽ അതിന് എന്ത് പറയും? ഒന്നും പറയില്ലേ? ഡൈക്കോട്ട് എന്ന് പറയും. ഡൈക്കോട്ട്ലിഡൻ എന്ന് പറയും. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. സീഡ് കോട്ട്, ഡൈക്കോട്ടില് നമ്മൾ ഡൈക്കോട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഡൈക്കോട്ടിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റിൽ ഡയഗ്രാംസ് ഉണ്ട്. സീഡ് കോട്ടിന് 2 ലെയർ ഉണ്ട്. എവിടെ? ഡൈക്കോട്ട്സില്. അതിന്റെ ഔട്ടർ ലെയറിനെ പറയുന്ന പേര് ടെസ്റ്റാന്നും ഇന്നർ ലെയറിനെ പറയുന്ന പേര് ടെഗ്മൻ എന്നുമാണ്. ടെസ്റ്റയും ടെഗ്മനും സീഡ് കോട്ടിന്റെ 2 ലെയറുകളാണ്. ഔട്ടർ ടെസ്റ്റ, ഇന്നർ ടെഗ്മൻ. ഇനി ഇതുമ്മ ഒരു സ്കാർ കാണാം. നിങ്ങൾ +2 ഒവ്യൂളിന്റെ സ്ട്രക്ചർ വരച്ചു പഠിച്ചിട്ടുണ്ടോ? അവിടെ ഹൈലം, മൈക്രോപൈലം എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ടാവും ഇല്ലേ? ഫ്യൂണിക്കിൾ അറ്റാച്ച് ചെയ്യുന്ന ഭാഗം ഹൈലം. ഇന്റഗ്യുമെന്റ് കവർ ചെയ്യാതെ കിടക്കുന്ന ഒരു ചെറിയ പോർ പോലത്തെ റീജിയൻ ആണ് മൈക്രോപൈൽ. ഓർമ്മയുണ്ടോ പഠിച്ചത്? ഒവ്യൂളിന്റെ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചിട്ടില്ലേ ഒവ്യൂളിന്റെ സ്ട്രക്ചർ +2? ഇത് ഇന്റഗ്യുമെന്റ് ആണ്. ഇന്റഗ്യുമെന്റ് ഡു നോട്ട് ജോയിൻ ബട്ട് ലീവ് എ ഗ്യാപ്പ്. ഗ്യാപ്പിനെ പറയുന്ന പേരെന്താണ്? മൈക്രോപൈൽ. അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അതേ മൈക്രോപൈലാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അതൊരു പോർ പോലെ കാണാം. ഹൈലം ഇസ് എ സ്കാർ. അപ്പൊ വാട്ട് ഇസ് ദാറ്റ് സ്കാർ എന്ന് ചോദിക്കാം. ഇതിനെ പറയുന്ന പേരാണ് ഹൈലം. ഓൺ ദി സീഡ് കോട്ട് ത്രൂ വിച്ച് ഡെവലപ്പിംഗ് സീഡ്സ് വർ അറ്റാച്ച്ഡ് ടു ദ ഫ്രൂട്ട്. ഫ്രൂട്ടിലോട്ട് സീഡ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തുള്ള ഒരു സ്കാർ ആണ് ഹൈലം എന്ന് പറയുന്നത്. അതിന് മുകളിലായിട്ട് കാണുന്ന ഒരു ചെറിയ ഓപ്പണിംഗ് ആണ് മൈക്രോപൈൽ എന്ന് പറയുന്നത്. മൈക്രോപൈൽ ഇസ് ദി ഓപ്പണിംഗ്.
ഇനി സീഡ് കോഡ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് ഈ പറയുന്ന എംബ്രിയോ. നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്. ഡൈക്കോട്ട് ആയതുകൊണ്ട് 2 കോട്ട്ലീഡൻ ഉണ്ട്. ഈ കോട്ട്ലീഡൻ എങ്ങനെയുള്ളതായിരിക്കും? ഓഫൺ ഫ്ലഷി ആയിരിക്കും. ഫുൾ എന്താണ്? ഫുഡ് മെറ്റീരിയൽസ് ആണ്. ഇനി ചില സീഡുകള്, ചില മെച്യൂർ സീഡുകള് എൻഡോസ്പേം കാണാൻ പറ്റും. ചില സീഡുകളിൽ എൻഡോസ്പേം കാണില്ല. ഈ എൻഡോസ്പേം എന്താണെന്ന് ഒന്ന് പറയൂ. എൻജിയോസ്പേമിൽ കാണുന്ന ഫെർട്ടിലൈസേഷൻ ഒരു പ്രത്യേകതയുണ്ട്. അതിന് വേറൊരു പേര് പറയും. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നല്ലേ പറയാ? ഡബിൾ ഫെർട്ടിലൈസേഷൻ അല്ലേ? ആൻജിയോസ്പേമിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ. ആക്ച്വലി ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ യുണീക് ഫീച്ചർ ഓഫ് ആൻജിയോസ്പേം. ഡബിൾ ഫെർട്ടിലൈസേഷൻ. അതെന്താ? 2 ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ലേ അവിടെ? ഒന്നെന്താണ്? എഗ്ഗും ഒരു മെയിൽ ഗാമേറ്റ് തമ്മിലുള്ള ഫ്യൂഷൻ. അങ്ങനെയാണ് സൈഗോണ്ട് ഉണ്ടാകുന്നത്. പിന്നെ സെക്കൻഡറി ന്യൂക്ലിയസും പോളാർ ന്യൂക്ലിയസും പിന്നെ ഒരു മെയിൽ ഗാമേറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകില്ലേ? ഒരു ട്രിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. അതാണ് എന്ത്? പെരി എൻഡോസ്പേം ന്യൂക്ലിയസ്. അത് തന്നെ, PEN. റൈറ്റ്? അതല്ലേ ഫ്യൂച്ചറിൽ എൻഡോസ്പേം ആവുന്നത്. ഇങ്ങനെ എൻഡോസ്പേം എല്ലാ ആൻജിയോസ്പേംസിലും ഉണ്ടാകും. എൻഡോസ്പേം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. അത് എല്ലായിടത്തും ഉണ്ടാകും. പക്ഷെ ആ ഉണ്ടാകുന്ന എൻഡോസ്പേം എംബ്രിയോയുടെ നറിഷ്മെന്റിന് വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയാം അല്ലേ? ചില എംബ്രിയോ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ എൻഡോസ്പേമിനെ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മെച്യൂർ സീഡിൽ അതിനെ കാണില്ല, എൻഡോസ്പേമിനെ കാണില്ല. അങ്ങനത്തെ സീഡ്സിനെ നോൺ എൻഡോസ്പേമസ് എന്ന് പറയും. ഇതേ കാര്യം നിങ്ങൾ +2ലും പഠിക്കുന്നുണ്ട്. ആൽബുമിനസ്, എക്സ് ആൽബുമിനസ് എന്ന് പറഞ്ഞിട്ട്. ഓർക്കുന്നോ? +2ലും വരുന്നുണ്ടല്ലോ ഇത്, എൻഡോസ്പേമസും നോൺ എൻഡോസ്പേമസും. തൽക്കാലം ഞാൻ എക്സാമ്പിൾ പറഞ്ഞു പോവാണ്. അത് ഇത്രയേ ഉള്ളൂ. എൻഡോസ്പേം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്ത് പോകുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ മെച്യൂർ സീഡിൽ അതിനെ കാണാൻ പറ്റില്ല. അത് ഉപയോഗിച്ച് കഴിഞ്ഞ് തീർന്നിട്ടുണ്ടോ? അവരെയാണ് നോൺ എൻഡോസ്പേം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുന്നത് ഗ്രാം, പീ ആൻഡ് ബീൻസ്. പീ, ബീൻസ് ആൻഡ് ഗ്രാം. എൻഡോസ്പേമിക്കിന് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതാണ് എന്ത്? കാസ്റ്റർ, കേസ്റ്റർ. ഇതിന്റെ ഫർദർ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ +2ലാണ് വരുന്നത് കേട്ടോ. ഇതാണ് പറഞ്ഞത്. എൻഡോസ്പേം ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇസ് ദ ഫുഡ് സ്റ്റോറിംഗ് ടിഷ്യൂ. അത് അവിടെ ഉണ്ടെങ്കിൽ കാസ്റ്റർ, അല്ല അത് കംപ്ലീറ്റ് യൂസ് ചെയ്ത് മെച്യൂർ സീഡ്സിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നോൺ എൻഡോസ്പേമസ് എന്ന് പറയും. മോണോകോട്ട് സീഡില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാം. എത്ര കോട്ട്ലീഡൻ ഉണ്ട്? ഹൗ മെനി കോട്ട്ലീഡൻസ് ആർ ദർ ഇൻ മോണോകോട്ട്സ്? സിംഗിൾ കോട്ട്ലീഡൻ. സിംഗിൾ കോട്ട്ലീഡൻ. ആ കോട്ട്ലീഡനെ നിങ്ങൾ മെയ്സിന്റെ സീഡ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ കൊടുത്തിരിക്കുന്നത്. മെയ്സ് ഇല്ലേ, മെയ്സ്, അതിന്റെ സീഡാണ് നിങ്ങൾക്ക് അവര് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഈ മോണോകോട്ട്സിൽ കാണുന്ന സിംഗിൾ കോട്ട്ലീഡനെ പറയുന്ന ഒരു പേരുണ്ട്. ദാറ്റ് ഇസ് സ്കെട്ടല്ലം. സ്ക്യൂട്ടല്ലം, സ്കെട്ടല്ലം എന്ത് വേണമെങ്കിൽ പറഞ്ഞു. സ്ക്യൂട്ടല്ലം. ആളെ മറന്നുകൊണ്ടിരുന്നാൽ മതി. ചോദിക്കാറുണ്ട്, പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട് ഈ സാധനം എന്താണെന്ന്. എൻഡോസ്പേമിന്റെ പേരാണോ, കോട്ട്ലീഡന്റെ പേരാണോ, എംബ്രിയോന്റെ പേരാണോ? വാട്ട് ഇറ്റ് ഈസ്. ദർ ഇസ് എ സിംഗിൾ കോട്ട്ലീഡൻ ആൻഡ് ദാറ്റ് കോട്ട്ലീഡൻ ഇസ് കോൾഡ് സ്ക്യൂട്ടല്ലം. ക്ലിയർ ആണോ? യെസ് മാം. ഇനി അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ എല്യൂറോൺ ലെയർ. കണ്ടോ? എല്യൂറോൺ ലെയർ അത് ആക്ച്വലി ഒരു പ്രോട്ടീൻ ലെയർ ആണ്. എൻഡോസ്പേമിനും ഇതാണ് എൻഡോസ്പേം. ഇതാണ് ഈ ഉള്ളിൽ പാവം ഒറ്റയ്ക്ക് കിടക്കുന്ന സാധനമാണ് എംബ്രിയോ. ഇത്രയും പോർഷൻ ആണ് എംബ്രിയോ. എംബ്രിയോയിലെ പ്ലിമ്യൂളും റാഡിക്യൂളും ഒക്കെ കാണുന്നത് ഇതാണ് എംബ്രിയോ. എൻഡോസ്പേമിനെയും എംബ്രിയോനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ലെയർ ആണ് എല്യൂറോൺ ലെയർ. എൻഡോസ്പേമിനെയും എംബ്രിയോനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ലെയർ ആണ് എല്യൂറോൺ. ക്ലിയർ ആണോ? ഇത്രയും 2 വേർഡുകൾ. അതുപോലെ മോണോകോട്ടിലും സ്പെഷ്യൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പ്ലിമ്യൂളും റാഡിക്കലും ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ ഇവിടെ പ്ലിമ്യൂളിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഷീത്ത് ഉണ്ട്, അതാണ് കോളിയോപ്റ്റൈല്. റാഡിക്കലിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഷീത്താണ് കോളിയോറൈസ. പിന്നെ മോണോകോട്ടിന്റെ സീഡിന്റെ ഇത് പഠിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ മോണോകോട്ട്സ് ഒക്കെ എങ്ങനെയുള്ളതായിരിക്കും എന്നാ പറയണേ? എൻഡോസ്പേമിക് ആയിരിക്കും. പക്ഷെ ഓർക്കിഡ് എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷൻ ആണ്, നോൺ എൻഡോസ്പേമിക് ആണ്. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ മോണോകോട്ട്സ് എൻഡോസ്പേമിക് ആണോ നോൺ എൻഡോസ്പേമിക് ആണോ എന്ന് ചോദിക്കും. എൻഡോസ്പേമിക് ആണ്.
അതിൽ ആരാണ് ഒരാൾ മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർക്കിഡ്സ് ആണ്. അവരെങ്ങനെയുള്ളവരാ? നോൺ എൻഡോസ്പെർമിക് ആണ്. സീഡ് കോട്ടിൽ പറഞ്ഞ പോലെ, സോറി ഡൈക്കോട്ടിൽ പറഞ്ഞ പോലെ ഇവരുടെ സീഡ് കോട്ട് അത്ര എന്താണ് തിക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല, വളരെ തിന്നാണ്, മെംബ്രേനിയസ് ആണ്, ഫ്രൂട്ട് ബോളുമായിട്ട് ചേർന്നിരിക്കുകയായിരിക്കും. മോണോകോട്ടിലെ സീഡ് കോട്ട്, സീഡിന്റെ കവറിങ് വളരെ തിന്നാണ്, മെംബ്രേനിയസ് ആണ്, അത് ഫ്രൂട്ട് ബോളുമായിട്ട് ചേർന്നിരിക്കുമായിരിക്കും. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണോ? സോ ദി ഔട്ടർ കവറിംഗ് ഓഫ് എൻഡോസ്പെർം സെപ്പറേറ്റ് ദി എംബ്രിയോ ബൈ എ പ്രോട്ടീനേഷ്യസ് ലെയർ. സോ എല്യൂറോൺ എന്താണെന്ന് അറിയണം, ഇതൊരു പ്രോട്ടീൻ ലെയർ ആണ്. ഒരു ലാർജ് ഷീൽഡ് ഷേപ്ഡ് കോട്ട്ലിഡൻ ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് സ്ക്യൂട്ടെല്ലം. പ്ലിമ്യൂളിനെ എൻക്ലോസ് ചെയ്ത് കാണുന്ന ഷീറ്റിന്റെ പേരാണ് കോളിയോപ്റ്റൈൽ. റാഡിക്കലിനെ എൻക്ലോസ് ചെയ്ത് കാണുന്നതാണ് കോളിയോറൈസ. ക്ലിയർ ആണോ? ആൻസർ പറഞ്ഞ 23. Which of the following is endospermic? ഈ പിയും ബിനും ഗ്രാമും ഒക്കെ ഒരേ ഫാമിലിക്കാരാണ്. മനസ്സിലായോ? അവര് 3 പേരും എന്തായാലും പി ആൻസർ ആണെങ്കിൽ ബിനും ആൻസർ ആണ്, ബിനും ആൻസർ ആണെങ്കിൽ ഗ്രാമും ആൻസർ ആണ്. അപ്പൊ എന്തായാലും ഓൾ ഓഫ് ദി അബൗന്നോ 3ഉം കൂടി വരുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ആരായിരിക്കും? Identify the wrong statement. A അല്ലേ? നോർമലി മോണോകോട്ട്സ് എങ്ങനെയുള്ളവരാ? പക്ഷെ ഓർക്കിഡ്സ് മാത്രം എന്താണ്? നോൺ എൻഡോസ്പെർമിക്. ഇങ്ങനെ ഓർത്ത് വെച്ച് നോക്കാം, ഇങ്ങനെ ഓർക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. മോണോകോട്ടിൽ ആകെ ഒരു കോട്ട്ലിഡനല്ലേ ഉള്ളൂ, ഫുഡ് കുറവാണെന്ന് വിചാരിക്കാം. ഈ കോട്ട്ലിഡൻ എന്ന് പറയുന്നതും എൻഡോസ്പേം എന്ന് പറയുന്നതും ഫുഡ് സ്റ്റോറിംഗ് ടിഷ്യൂസ് ആണ്, ശരിയല്ലേ? കോട്ട്ലിഡനും എൻഡോസ്പേമും രണ്ടുപേരും ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ മോണോകോട്ടിൽ ഒരു കോട്ട്ലിഡനേ ഉള്ളൂ. അപ്പൊ അഡീഷണൽ ആയിട്ട് ആരും കൂടി ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, എൻഡോസ്പേമും കൂടി ഉണ്ടെന്ന് വിചാരിക്കാം. സാധാരണ രീതിയിൽ മോണോകോട്ട്സിൽ എൻഡോസ്പേമും കൂടി ഉണ്ട്, എൻഡോസ്പെർമിക് ആണ്. ഷോർക്കിഡ് എങ്ങനെയാണ്? നോൺ എൻഡോസ്പെർമിക് എന്ന് ഓർക്കാം. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? ഞാൻ തല തിരിച്ചല്ലേ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള പോർഷൻ ആണ് മോഡിഫിക്കേഷൻസ്. നിങ്ങൾ എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് എന്ത് ചെയ്യണം? ഇങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റിൽ ഉണ്ടായിരിക്കുമല്ലോ, റൈറ്റ്? നിങ്ങളുടെ ഒരു +1 ടെക്സ്റ്റ് ഇല്ലേ പിള്ളേരെ? അതിലുണ്ടാവേണ്ടതാണ്. ഈ വർഷമാണ് ഇത് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്, പക്ഷെ നീറ്റിന്റെ സിലബസിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നില്ല. നീറ്റിന്റെ സിലബസിൽ മോഡിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്, മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങളൊരു ചാർട്ട് പോലെ ഉണ്ടാക്കാം. കാരണം ഇത് ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വേറൊരു പോർഷൻ ആണ് മോഡിഫിക്കേഷൻസ്. മോഡിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ പറയുന്ന റൂട്ടിനും സ്റ്റെമ്മിനും ലീഫിനും ഈ 3 മോഡിഫിക്കേഷൻസ് ആണ്. അവർക്ക് പറഞ്ഞിരിക്കുന്ന ഒരു ജോലിയുണ്ട്. റൂട്ട് ആണെങ്കിൽ വാട്ടർ മിനറൽസ് അബ്സോർബ് ചെയ്യാം, സ്റ്റെം ആണെങ്കിൽ ഈ കണ്ടക്ഷൻ, അതുപോലെ സ്പ്രെഡ് ഔട്ട് ചെയ്യുക ലീവ്സിനും ഫ്ലവേഴ്സിനും, ഇതൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻ. ലീഫ് ആണെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ ഫോട്ടോസിന്തസിസ് ആണ്. ഈ പറയുന്ന ഫംഗ്ഷൻ കൂടാതെ വേറെ എന്തെങ്കിലും അഡീഷണൽ സർവീസ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ഇവരെന്തെങ്കിലും തരത്തില് മോഡിഫൈ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന റൂട്ടിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ, അങ്ങനെയല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ഇവർ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? മോഡിഫിക്കേഷൻസ് ആണ്. ഇപ്പൊ റൂട്ടില് പഠിക്കാൻ കിടക്കുന്നത് റൂട്ട് മോഡിഫിക്കേഷൻ ഫോർ ഫുഡ് സ്റ്റോറേജ്, റൂട്ട് മോഡിഫിക്കേഷൻ ഫോർ സപ്പോർട്ട് ടു ദ പ്ലാന്റ്, റൂട്ട് മോഡിഫിക്കേഷൻ ഫോർ ബ്രീത്തിങ്. ക്ലിയർ ആയോ? ഒരു ടേബിൾ ഉണ്ടാക്കി പഠിക്കുക കേട്ടോ. ഇതിൽ റൂട്ട് 2 തരത്തിലുണ്ടെന്ന് പറയുന്നുണ്ട്. ടാപ്പ് റൂട്ടും ഉണ്ട്, അഡ്വന്റേഷ്യസ് റൂട്ടും ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടില്ലേ? റാഡിക്കിൾ നിന്ന് വരുന്ന റൂട്ടാണ് ടാപ്പ് റൂട്ട്. റാഡിക്കിൾ എന്നല്ലാതെ വേറെ ഏത് പ്ലാന്റ് പാർട്ടിൽ നിന്നും റൂട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് അഡ്വന്റേഷ്യസ് റൂട്ട്. ശരിയല്ലേ? അല്ലേ? നിങ്ങൾ മൈക്ക് ഓൺ ചെയ്തിട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അല്ലേ അല്ലേ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. അതിനൊരു ആൻസർ കേൾക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. നിങ്ങളോട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ നോക്കിക്കോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷൻ, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ അഡ്വന്റേഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻ. നമ്മൾ കഴിക്കുന്ന ക്യാരറ്റ് ഇല്ലേ? ഡയഗ്രാം നോക്കിയേ. ആ ഓറഞ്ച് കളറിൽ നമ്മൾ കഴിക്കുന്ന ക്യാരറ്റ് ഇല്ലേ? അത് ആക്ച്വലി എന്താണ്? അതിന്റെ ടാപ്പ് റൂട്ട് ആണ്. അതിന്റെ ടാപ്പ് റൂട്ട് ആണ് ഇങ്ങനെ വണ്ണം വെച്ച് കുറെ ഫുഡൊക്കെ അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്.
മനസ്സിലായോ? അല്ലാണ്ട് വേര് പോലെയല്ലല്ലോ അത് കാണുന്നത്. ഒരു ഫ്രൂട്ടോ വെജിറ്റബിളോ പോലെയല്ലേ കാണുന്നത്. ശരിക്കും എന്താന്നാ പറയുന്നത്? റൂട്ടാണ്. എന്ത് റൂട്ടാ അത്? ടാപ്പ് റൂട്ട് ആണ്. ഈവൻ ടേർണിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അതിലും എന്ത് തന്നെയാണ്? ടാപ്പ് റൂട്ട് ആണ്. സോ ക്യാരറ്റ് ആൻഡ് ടേർണിപ്പ് ആർ എക്സാമ്പിൾ ഫോർ ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷൻ. സ്വീറ്റ് പൊട്ടാറ്റോ ഒരു അഡ്വന്റേഷ്യസ് റൂട്ട് ആണ്. ഒരു അഡ്വന്റേഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻ ഫോർ ഫുഡ് സ്റ്റോറേജ് ആണ് എന്ത്? സ്വീറ്റ് പൊട്ടാറ്റോ. ക്ലിയർ ആണോ? ഇനി ബനിയൻ ട്രീ, വലിയ ആൽമരങ്ങൾ കണ്ടിട്ടില്ലേ? ബനിയൻ ട്രീ, വലിയ ബനിയൻ ട്രീയുടെ ഒക്കെ വലിയ ബ്രാഞ്ചുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വേരുകൾ ഇറങ്ങിയതായിട്ട് കാണാൻ പറ്റും. ഈ ഡയഗ്രത്തിൽ കാണുന്നുണ്ടോ? അതിന് അഡീഷണൽ സപ്പോർട്ട് കൊടുക്കണം. ഇത്ര വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ട്രീ അല്ലേ, അതിന് അഡീഷണൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഹാങ്ങിങ് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഹാങ്ങിങ് സ്ട്രക്ചേഴ്സ് ഫ്രം അപ്പർ പാർട്സ്, ബ്രാഞ്ചുകളിൽ നിന്ന്. അങ്ങനെയുള്ള ഹാങ്ങിങ് സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് പ്രോപ്പ് റൂട്ട്സ്. നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് പ്രോപ്പ് റൂട്ട്സ് ആർ സീൻ ഇൻ ബനിയൻ ട്രീ, അല്ലെങ്കിൽ those hanging structures in banyan tree for support is called prop roots. ഷുഗർ കെയിനിലും മെയ്സിലും ചില ഇതുപോലെയുള്ള സപ്പോർട്ടിംഗ് റൂട്ട്സ് കാണാൻ പറ്റും. അതിനെ പറയുന്ന പേരാണ് സ്റ്റിൽറ്റ് റൂട്ട്സ്. അത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനൊരു ഡയഗ്രാം വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇതാണ് ഷുഗർ കെയിൻ എന്ന് വിചാരിക്കാം. ഷുഗർ കെയിന്റെ സ്റ്റെം, അതുമേ കുറേ നോട്ട്സ് ഉണ്ടായിരിക്കും. ഈ നോട്ട്സിൽ നിന്നാണ് സാധാരണ രീതിയിൽ ലീവ്സ് വരുന്നത്. ഈ ലോവർ നോട്ട്സിൽ നിന്ന് സപ്പോർട്ടിന് വേണ്ടി ഇങ്ങനെ അഡീഷണൽ കുറച്ച് റൂട്ട്സ് ഇങ്ങനെ വരും. ആ റൂട്ട്സിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റിൽറ്റ് റൂട്ട്സ് എന്ന് പറയുന്നത്. കണ്ടോ? ലോവർ നോട്ട്സിൽ നിന്ന് ഇങ്ങനെ കുറച്ച് റൂട്ട്സ് വന്ന് ഇതിനെ അവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തും. ഒരു അഡീഷണൽ സപ്പോർട്ടാണ്. അതാണ് സ്റ്റിൽറ്റ് റൂട്ട്സ് ഷുഗർ കെയിനിലും മെയ്സിലും. ഇനി സ്വാമ്പി ഏരിയാസിൽ, അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ചെടികൾ, മാംഗ്രൂവ്സ്, ഇവരുടെ റൂട്ട് മണ്ണിന്റെ അടിയിലേക്ക് പോയി വെള്ളം കെട്ടിക്കിടക്കുന്ന കാരണം മര്യാദയ്ക്ക് ഓക്സിജൻ കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? താഴെയുള്ള കുറച്ച് റൂട്ട്സ് മുകളിലോട്ട് വളരും. കണ്ടോ? വെർട്ടിക്കലി അപ്വേർഡ്സ് വളരും. ഈ ബ്രീത്തിങ് റൂട്ട്സിന്, ദ റൂട്ട്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ റെസ്പിറേഷൻ, അതാണ് ന്യൂമാറ്റോഫോർസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് റൈസോഫോറ. ന്യൂമാറ്റോഫോർസ് സാധാരണ റൂട്ട് മണ്ണിന്റെ അടിയിലോട്ടാണ് പോവുക. അതായത് പോസിറ്റീവ്ലി ജിയോട്രോപിക് ആണ്, ഗ്രാവിറ്റിയുടെ അതേ ഡയറക്ഷനിലാണ് പോവുക. പക്ഷേ ന്യൂമാറ്റോഫോർസ് എങ്ങനെയാ വരിക? മുകളിലോട്ടാണ്, ഓപ്പോസിറ്റ് ആണ്, വെർട്ടിക്കലി അപ്വേർഡ്സ് പറയും. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഞാൻ ഈ പറയുമ്പോൾ തന്നെ ഈ പറയുന്ന ടേബിൾ എഴുതിയെടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യം. നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ അതിലും നല്ല കാര്യം. അപ്പൊ നിങ്ങൾ വേഗം പഠിച്ചോളൂ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ഇത് തന്നെ പഠിക്കാട്ടോ. എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യം ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അത് വെച്ച് വേഗം പഠിക്കാം. പിന്നെ ഈ ടേബിൾ എടുക്കുവാണെങ്കിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് എന്താണ്, ഒരു സിനോപ്സിസ് ആണ്. ഇദ്ദേഹത്തെ കണ്ടോ? സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. സ്റ്റെം മോഡിഫിക്കേഷൻ സാധാരണ രീതിയിൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു സ്റ്റെം ഇല്ലേ, ഇവർ മോഡിഫിക്കേഷൻ അങ്ങനെയൊന്നുമല്ല. ഇവർക്ക് വേറെ പല ഷേപ്പുകളും ഭാവങ്ങളും രൂപങ്ങളും ഒക്കെ ഉണ്ടാവും. അതാണ് മോഡിഫിക്കേഷൻ. ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് സ്റ്റെം മോഡിഫൈ ചെയ്യും. എസ്പെഷ്യലി അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ്, മണ്ണിന്റെ അടിയിൽ കാണുന്ന സ്റ്റെംസ്, അതിൽ വരുന്ന ആൾക്കാരാണ് പൊട്ടാറ്റോ. നമ്മൾ കഴിക്കുന്ന പൊട്ടാറ്റോ അല്ലേ, അത് ശരിക്കും എന്താന്നാ പറയുന്നത്? അതിന്റെ റൂട്ട് അല്ല, അതിന്റെ സ്റ്റെം ആണെന്ന്. അതും ഏത് സ്റ്റെമ്മും? അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണെന്ന്. ഓക്കെ. ജിഞ്ചർ, ടർമറിക്, ജമീൻ കന്ത്, കൊളോക്കേഷ്യ, ഇതൊക്കെ എന്താന്നാ പറയുന്നത്? ദാ ജിഞ്ചർ, ദാ ഈ സാധനം കണ്ടോ? ഇത് സ്റ്റെം ആണെന്നാ പറയുന്നത്, റൂട്ട് ഒന്നും അല്ല. ഈ പൊട്ടാറ്റോ എന്ന് പറയുന്ന സാധനവും സ്റ്റെം ആണ്. ജമീൻ കന്തും സ്റ്റെം ആണ്. ഇതൊക്കെ എന്ത് സ്റ്റെം ആണ്? അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കയറിയിരിക്കുന്നത്? മര്യാദക്കുള്ള ഷേപ്പ് കളഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, ദേ ആക്ട് ആസ് ഓർഗൻസ് ഓഫ് പെരിനേഷൻ. ഓർഗൻസ് ഓഫ് പെരിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസ്യൂട്ടബിൾ കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യാൻ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ പ്ലാന്റിനെ. ക്ലിയർ ആണോ? ഈ പൊട്ടാറ്റോന്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിനെ ഒരു പേര് പറയും, അതാണ് ട്യൂബർ. ഇത് നിങ്ങളുടെ +2 ഡെലീറ്റഡ് ആയി പോയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. റീപ്രൊഡക്ഷൻ ഓർഗാനിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഇല്ലല്ലോ ഇപ്പോ. ചുമ്മാ എഴുതി വെക്കുക. അവർ ചോദിക്കുവാണെങ്കിൽ പൊട്ടാറ്റോന്റെ ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനെ വിളിക്കുന്ന പേരാണ് ട്യൂബർ. ട്യൂബർ ഓഫ് പൊട്ടാറ്റോ. ജിഞ്ചറില് ഈ പറയുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെം, അതായത് ഈ സ്ട്രക്ചറിനെ പറയുന്ന പേര്
റൈസോം എന്നാണ്. റൈസോം. റൈസോം. അനിയൻ, നമ്മൾ കഴിക്കുന്ന അനിയൻ ഇല്ലേ, ഇതാ ഈ സാധനം, ഇതിപ്പോ ഒരു ക്രോസ് സെക്ഷൻ ആണ്. ഈ അനിയൻ എന്ന് പറയുന്ന സാധനത്തിന്റെ സ്റ്റമ്മ വളരെ കണ്ടൻസ് ചെയ്ത് നമ്മൾ എഡിബിൾ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഭാഗം അതിന്റെ ലീവ്സ് ആണ്. ആ ഹോൾ സ്ട്രക്ചറിന് പറയുന്ന പേര് ബൾബ് എന്നാണ്. ബൾബ് ഓഫ് ഒനിയൻ. ബൾബ് ഓഫ് ഒനിയൻ. കൊളോക്കേഷ്യയുടെ സ്ട്രക്ചറിന് ആ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷന് പറയുന്ന പേര് കോം എന്നാണ്. കോം. So potato, the underground stem modification is called tuber. In ginger, it is rhizome. Rhizome. Onion, it is bulb. Colocasia, it is comb. Clear ആണോ? ഇനി നോക്കാം. നമ്മുടെ ക്യൂക്കംബർ, പംകിൻ, വാട്ടർമെലൺ, ഗ്രേപ്പ് വൺസ്, ഇതൊക്കെ പടരുന്ന ചെടികളല്ലേ, പടരുന്നത്. ഇതിനിങ്ങനെ സപ്പോർട്ടുമേ പിടിച്ചു കയറാൻ വേണ്ടിയിട്ട്, ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെമ്മ് മോഡിഫൈ ചെയ്ത് ഇങ്ങനെ സ്പൈറലി കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഫോം ചെയ്യും. അതിനെ പറയുന്ന പേരാണ് ടെൻഡ്രിൽ. ഇതൊക്കെ ഉണ്ടോ? ടെൻഡ്രിൽസ് കണ്ടോ? ഇത് സ്റ്റെമ്മാണ്. സ്റ്റെമ്മാണ് ക്ലൈംബിങ്ങിന് വേണ്ടിയിട്ടോ സപ്പോർട്ടിന് വേണ്ടിയിട്ടോ ഇതേപോലെ വയറ് പോലത്തെ കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്, സ്ലെൻഡർ ആയിട്ടുള്ള സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അതിന് എക്സാമ്പിള് നമ്മുടെ ഗ്രേപ്പ് വൈൻസും ഗോഡ്സും ക്യൂക്കംബർ, പംകിൻ, അതൊക്കെ. ഇനി സിട്രസ്, ബോഗൻവില്ല, നമ്മുടെ കടലാസ് ചെടി, സിട്രസ് ചെടികളൊക്കെ ഉണ്ടാവും. അതും ഇതുപോലെ നല്ല മുള്ളു പോലത്തെ സാധനം കാണാം. ഈ മുള്ളെന്ന് പറയുന്നത് കുറച്ച് വുഡിയായിരിക്കും, ഹാർഡായിരിക്കും. തോൺ എന്ന് പറയും. തോൺ. ഇവിടെ സ്പൈൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങളുടെ മറ്റോടത്ത് തോൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ തോണും സ്പൈനൊക്കെ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വാട്ട് എവർ ഇറ്റ് ഈസ്, ബോഗൻവില്ലയില് ഇങ്ങനെ തോൺ ഫോം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സലറി ബഡ് എന്നോ അല്ലെങ്കിൽ സ്റ്റെം എന്നോ എക്സാമ്പിൾ എഴുതാം. ഓക്കെ. ഇനി അരിഡ് റീജിയൻസിൽ, അരിഡ് ARID, അരിഡ് എന്ന് പറഞ്ഞാൽ ഡ്രൈ കണ്ടീഷൻസ്. ഡ്രൈ കണ്ടീഷൻസിൽ നിൽക്കുന്ന ചെടികളാണ് ഒപ്പൻശരി, കാക്ടസ് പോലുള്ള ചെടികള്, യൂഫോർബിയ എന്ന് പറയുന്ന ചെടിയൊക്കെ. ഇവരില് ലീഫ് വളരെ റെഡ്യൂസ്ഡ് ആണ്. ഓൾറെഡി വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ അവർ നിൽക്കുന്നത്. അപ്പൊ ലീഫിൽ കൂടെ ട്രാൻസ്പിറേഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ട് അവരുടെ ലീഫ് ഒക്കെ വളരെ പല റീസൺസും ഉണ്ട്, വളരെ റെഡ്യൂസ്ഡ് ആയിരിക്കും. അപ്പൊ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? ആരാ ചെയ്തു കൊടുക്കുന്നതെന്ന് അറിയാം? അവരുടെ സ്റ്റെം ആയിരിക്കും. അവരുടെ സ്റ്റെമ്മാണ് ക്ലോറോഫിൽ ഉള്ളതും ഫോട്ടോസിന്തസിസ് ചെയ്യുന്നതും. കാരണം ലീഫ് വളരെ ചെറുതാണ്. അങ്ങനെ ഒപ്പൻഷ്യയില് സ്റ്റെം ഫ്ലാറ്റ് ആയിട്ടായിരിക്കും കാണുക. യൂഫോർബിയയില് കുറച്ച് സിലിണ്ടറിക്കൽ ആയിട്ടും ഫ്ലഷി ആയിട്ടായിരിക്കും കാണുക. ഇനി ചില ചെടികളില് സ്റ്റെം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സ്റ്റെം മോഡിഫിക്കേഷൻസിനെ പറയുന്ന പേരുകളാണ്, ഇത് ടെക്സ്റ്റിൽ കാണില്ല, റണ്ണർ, സ്റ്റോളൻ, സക്കർ, ഓഫ്സെറ്റ്. ഫ്യൂ എക്സാമ്പിൾസ്: റണ്ണർ, സ്റ്റോളൻ, സക്കർ, ഓഫ്സെറ്റ്. ഇതിന് എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ അല്ല, ഇത് റണ്ണർ ആണ്. ഓക്സാലിസ് എന്ന് പറയുന്ന ചെടിയിൽ കാണിച്ചിരിക്കുന്നതാണ് റണ്ണർ. ഈ റണ്ണർ എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയോ? ഒരു പാരന്റ് പ്ലാന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ പാരന്റ് പ്ലാന്റിന്റെ താഴെ നിന്നും ഒരു സ്റ്റെം ഇങ്ങനെ ഹൊറിസോണ്ടലി വളരും. കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്നും പുതിയ റൂട്ടുകൾ വരും, പുതിയൊരു പ്ലാന്റും വരും. ഈ പ്ലാന്റ് ഇതിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് പോയാലും കുഴപ്പമില്ല, അത് സർവൈവ് ചെയ്യും. അതിന് സ്വന്തമായിട്ട് റൂട്ടൊക്കെ ഉണ്ട്. ഇവിടെ വരുന്ന ഈ ഒരു ഹൊറിസോണ്ടൽ സ്റ്റെമ്മില്ലേ, അതിനെയാണ് എന്ത് പറയുന്നത്? റണ്ണർ എന്ന് പറയുന്നത്. റണ്ണർ. ഈ രീതിയിൽ ഹൊറിസോണ്ടലി വളരുന്ന സ്റ്റെമ്മിനെ പറയുന്ന പേരാണ് റണ്ണർ. ഇത് എന്തിനാ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയൊരു ചെടി ഉണ്ടാകാനാണ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടാണ്. അത് ഏത് ചെടികളിലാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാസ്. നമ്മൾ പുൽത്തകിടിയൊക്കെ പഠിപ്പിക്കുമ്പോൾ കണ്ടാൽ മതി, ഒരു പുല്ല് വെച്ചാൽ പോരെ, കുറെ കഴിയുമ്പോൾ അത് സ്പ്രെഡ് ആവില്ലേ? ഇത് റണ്ണറുകൾ ഉണ്ടായിട്ടാണ്. അല്ലെങ്കിൽ ഓക്സാലിസ് എന്ന് പറയുന്ന ഒരു ചെടി. ഇത് വായിച്ചു നോക്കാം. ഈ അണ്ടർഗ്രൗണ്ട് എന്നുള്ള വേർഡ് ആക്ച്വലി തെറ്റാണ്, പക്ഷെ ഇവിടെ അങ്ങനെ കിടക്കട്ടെ, നിങ്ങൾ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നതാണ് പണ്ട്. ചില പ്ലാന്റ്, ഗ്രാസ്, സ്ട്രോബെറി, ഇവരിൽ നിന്നൊക്കെ ഒരു ഹൊറിസോണ്ടൽ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യും. ആ ബ്രാഞ്ച് പിന്നെ മണ്ണിൽ തൊട്ട് അവിടെ പുതിയ റൂട്ട് വരുന്നു, പുതിയൊരു ചെടി വരുന്നു. ആ ഹൊറിസോണ്ടലി വളരുന്ന സ്റ്റെമ്മിനെ പറയുന്ന പേരാണ് റണ്ണർ. അതിന് എക്സാമ്പിൾ ആണ് ഏത്? ഗ്രാസും ഓക്സാലിസും. സോ റണ്ണർ എന്ന് പറയുന്ന ഒരു സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. അത് കാണുന്ന രണ്ട് ചെടികൾക്ക് എക്സാമ്പിൾ ആണ് ഗ്രാസും ഓക്സാലിസും. സ്റ്റോളൻ എന്ന് പറയുന്നതും ഇതുപോലെയുള്ള ഒരു സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. പക്ഷെ പ്രത്യേകത എന്താണെന്ന് അറിയോ?
നേരത്തെ പോലെ ഇങ്ങനെ ഒറ്റയടിക്ക് പോവല്ല ചെയ്യുന്നത്. ഈ പറയുന്ന ഹൊറിസോണ്ടൽ സ്റ്റെം ആദ്യം ഇതൊരു പാരന്റ് പ്ലാന്റ് ആണെന്ന് വിചാരിക്കാം. ഇതിൽ നിന്നും ഒരു സ്റ്റെം ഇങ്ങനെ റൈസ് ചെയ്യുവാണ്. അത് ആദ്യം കുറച്ച് ഏരിയലി മുകളിലേക്ക് വളരും. അതിനുശേഷം മണ്ണിലോട്ട് ഇങ്ങനെ ആർച്ച് ചെയ്ത് വരും. അത് കഴിഞ്ഞ് ഇവിടെ പുതിയ റൂട്ട് വരുന്നു. ഇവിടുന്ന് പുതിയൊരു പ്ലാന്റും വരുന്നു. ക്ലിയർ ആണോ? ഇങ്ങനെയുള്ള സ്റ്റെമ്മിനെ പറയുന്ന പേരാണ് സ്റ്റോളൻ. സ്റ്റോളൻ ദാ ഈ കാണുന്നത്. അപ്പൊ റണ്ണർ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി വളരുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആദ്യം ഇങ്ങനെ ഏരിയലി വളർന്ന് പിന്നെ ഇങ്ങനെ ആർച്ച് ചെയ്ത് പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റോളൻ ആണ്. അത് കാണുന്ന രണ്ട് ചെടികൾക്ക് എക്സാമ്പിൾ കണ്ടോ? ഇൻ പ്ലാന്റ്സ് ലൈക്ക് മിന്റ് ആൻഡ് ജാസ്മിൻ എ സ്ലെൻഡർ lateral branch arises from the base of the main axis after growing aerially for some time arch downwards to touch the ground. ഇതിനെയാണ് സ്റ്റോളൻ എന്ന് പറയാം. എക്സാമ്പിൾ പറയുന്നത് മിന്റും ജാസ്മിനും. ഇനി ഇതുപോലുള്ള വേറൊരു സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് സക്കർ എന്ന് പറയുന്നത്. that can be seen in pineapple, chrysanthemum and banana. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ദാ ഇങ്ങനെ ഒരു പാരന്റ് പ്ലാന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പാരന്റ് പ്ലാന്റിന്റെ താഴെ നിന്ന് ഒരു സ്റ്റെം വരും. ഈ സ്റ്റെം കുറച്ചു നേരം ഹൊറിസോണ്ടലി ഇങ്ങനെ വളരും. പെട്ടെന്ന് അങ്ങനെ ഒബ്ലീക്ലി അത് അപ്വേർഡ് വളരും. നമ്മൾ ഒരു ബനാന പ്ലാന്റ് കാണും. അതിന്റെ അടുത്ത് കുറെ കുഞ്ഞു കുഞ്ഞു ബനാന പ്ലാന്റുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു മെയിൻ ബനാന പ്ലാന്റ് താഴെ. ഇവര് തമ്മിൽ ആക്ച്വലി അടിയിൽ കണക്ഷൻ ഉണ്ടായിരിക്കും. ഈ ഒരു മെയിൻ പ്ലാന്റിൽ നിന്നായിരിക്കും ഇവര് പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവുക. ഓക്കെ, സോ സക്കർ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. ഒരു മെയിൻ പ്ലാന്റ്, ആ മെയിൻ പ്ലാന്റിന്റെ താഴെ നിന്ന് ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട്. അത് ഹൊറിസോണ്ടലി കുറച്ചു നേരം വളർന്ന് പിന്നെ ഒബ്ലീക്ലി അപ്വേർഡ് വരും. അതാണ് സക്കർ. ഇങ്ങനെ കാണുന്നത് ബനാന, പൈനാപ്പിൾ, ക്രൈസാന്തിമം. ഓഫ്സെറ്റ് എന്ന് പറയുന്ന സ്റ്റെം മോഡിഫിക്കേഷൻ കാണുന്നത് അക്വാട്ടിക് പ്ലാന്റ്സിലാണ് കേട്ടോ. റണ്ണർ പോലെ തന്നെ പക്ഷെ അക്വാട്ടിക് പ്ലാന്റ്സിലാണ് കാണുക. അക്വാട്ടിക് പ്ലാന്റ്സിലാണ് കാണുക. അതിന് എക്സാമ്പിൾ ആണ് എന്ത്? പിസ്റ്റിയയും എക്കോണിയും. പിസ്റ്റിയ ആൻഡ് എക്കോണിയ. വാട്ടർ ഹയാസിന്റെ ഒക്കെ വരുന്നത് കണ്ടോ? ഈ ഹൊറിസോണ്ടൽ സ്റ്റെമ്മിനെ പറയുന്ന പേരാണ് ഓഫ്സെറ്റ്. റണ്ണർ പോലെ തന്നെ പക്ഷെ ഇത് അക്വാട്ടിക് പ്ലാന്റ്സിലാണ് കാണുക. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ടെക്സ്റ്റിൽ ഇല്ല കേട്ടോ, വേണമെങ്കിൽ എഴുതി എടുത്തോളൂ. ഈ റണ്ണറിന്റെ എക്സാമ്പിൾ ഗ്രാസും ഓക്സാലിസും, സ്റ്റോളൻ എക്സാമ്പിൾ മിന്റും ജാസ്മിനും, സക്കറിന് എക്സാമ്പിൾ PCB, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. സക്കറിന് എക്സാമ്പിൾ പൈനാപ്പിൾ, ക്രൈസാന്തിമം, ബനാന. ഓഫ്സെറ്റിന് എക്സാമ്പിൾ പിസ്റ്റിയ ആൻഡ് എക്കോഡിയ. ലീഫ് മോഡിഫിക്കേഷൻ ക്ലൈംബിങ്ങിന് വേണ്ടിയിട്ട് വരുന്ന പീ പ്ലാന്റിന്റെ ദാ ഇങ്ങനെ പീ പ്ലാന്റും പടരുന്നതാണ്. അതിൽ ടെൻഡ്രിൽ കാണാം. ആ ടെൻഡ്രിൽ ആക്ച്വലി ലീഫാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ലീഫാണ് ടെൻഡ്രിലായിട്ട് വരുന്നത്. ഇനി കാക്ടസ് എന്ന് പറയുന്ന ചെടിയിൽ ഈ ഗ്രീൻ കളറിൽ ഫ്ലാറ്റ് ആയിട്ട് കാണുന്നത് സ്റ്റെം ആണെന്ന് നേരത്തെ പറഞ്ഞു. അവരുടെ ലീഫ് ആയിരിക്കും ഈ മുള്ളു പോലെ കാണുന്നത്. ചെറിയ ചെറിയ സ്പൈൻ പോലെ കാണുന്നത് അവരുടെ ലീഫാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ എന്താണെന്നറിയോ? പ്രൊട്ടക്ഷൻ ആണ്. വേറെ ആനിമൽസ് വന്നതിനെ തിന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പൈൻ പ്രൊട്ടക്ഷൻ ആണ് ഈ പറയുന്ന മുള്ള്. ഇനി ഒനിയനിൽ നമ്മൾ കഴിക്കുന്ന ഈ ഫ്ലഷി പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ ലീഫാണ്. ഫുഡാണ് സ്റ്റോറേജ് വെച്ചിരിക്കുന്നത്. ഇത് ഏതാ പ്ലാന്റ് എന്നറിയോ? പിച്ചർ പ്ലാന്റ് ആണ്. ഇൻസെക്ടിവോറസ് പ്ലാന്റ് ആണ് ഇത്. ഇതിൽ ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് ആക്ച്വലി ലീഫാണ് മോഡിഫൈ ചെയ്ത് എങ്ങനെയാവുന്നത്. ഓക്കെ, സോ ക്ലൈംബിങ്ങിന് വേണ്ടി കാണാവുന്ന ലീഫ് ടെൻഡ്രിൽസ് എക്സാമ്പിൾ പി. സ്പൈൻ മുള്ളു പോലെ കാണുന്നത് കാക്ടസില്. ഫ്ലഷി എഡിബിൾ ലീവ്സ് ആയിട്ട് കാണുന്നത് അണിയനിലും ഗാർലിക്കിലും. ട്രാപ്പിംഗ് സ്ട്രക്ചർ ആയിട്ട് കാണുന്നത് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സില് പിച്ചർ പ്ലാന്റും വീനസ് ഫ്ലൈ ട്രാപ്പും. ഇനി ഓസ്ട്രേലിയൻ അക്കേഷ്യ എന്ന് പറയുന്ന പ്ലാന്റില് ലീവ്സ് ഷോർട്ട് ലീവ്ഡ് ആണ്. ലീവ്സ് അവർക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പൊ ആരെങ്കിലും ഫോട്ടോസിന്തസിസ് ചെയ്യാൻ വേണ്ടേ? അപ്പൊ അവരുടെ പിറ്റിയോൾ എന്ന് പറയുന്ന അവരുടെ സ്റ്റോക്ക് ആണ് എക്സ്പാൻഡ് ചെയ്ത് മോഡിഫൈ ചെയ്ത് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓസ്ട്രേലിയൻ അക്കേഷ്യയില് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാന്ന് ചോദിക്കും, പിറ്റിയോൾ ആണ്. ഓക്കെ, ഇനി ഞാൻ ക്വസ്റ്റ്യൻ വരുന്ന വേറൊരു രീതിയും കൂടി പറഞ്ഞുതരാം. നിങ്ങളോട് ചോദിക്കുകയാണ് പീ പ്ലാന്റിലെ ടെൻഡ്രില് എന്ത് മോഡിഫിക്കേഷൻ ആണ്? നിങ്ങൾ എന്താ എഴുതാം? പീ പ്ലാന്റിലെ ടെൻഡ്രില് എന്ത് മോഡിഫിക്കേഷൻ ആണെന്ന് ചോദിക്കും. റൂട്ട് ആണോ, സ്റ്റെം ആണോ, ലീഫ് ആണോ? വാട്ട് വിൽ ബി യുവർ ആൻസർ? ലീഫ്.
സ്റ്റെം ടെൻഡ്രിലിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ടെൻഡ്രിൽ എന്ന് പറയുന്നത് ആ വയറ് പോലത്തെ സ്ട്രക്ചർ ആണ്. പീ പ്ലാന്റിൽ അങ്ങനത്തെ വയർ ഫോം ചെയ്യുന്നത് ലീഫാണ്. നേരെ മറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ക്യുക്കമ്പർ, വാട്ടർമെലൻ, ഇവരിലൊക്കെ ഈ ടെൻഡ്രിൽ ഫോം ചെയ്യുന്നത് എന്താന്നാ പറയുന്നത്? സ്റ്റെം ആണെന്നാ പറയുന്നത്. ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാന്ന് മനസ്സിലായോ? ടെൻഡ്രിൽ എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ ആണ്. സ്റ്റെം ടെൻഡ്രിൽ ആകുന്നത് ഈ ഗാഡ്സിലാണ്, ലീഫ് ടെൻഡ്രിൽ ആകുന്നത് പീ പ്ലാന്റിലാണ്. മനസ്സിലായോ? ബോഗൻവില്ലയിലും സിട്രസിലൊക്കെ ആ മുള്ളു പോലത്തെ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് സ്റ്റെം ആണെങ്കിൽ, നമ്മുടെ കാക്ടസിൽ അങ്ങനത്തെ മുള്ള് വരുന്നത് എവിടുന്ന? ലീഫിൽ നിന്നാണ്. മനസ്സിലായോ? ഇനി അതുപോലെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സ്വീറ്റ് പൊട്ടാറ്റോയും പൊട്ടാറ്റോയും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ അനലോഗ് സ്ട്രക്ചർ പഠിക്കുന്നില്ലേ എവല്യൂഷനില്? അവിടെ സ്വീറ്റ് പൊട്ടാറ്റോയും പൊട്ടാറ്റോയും പറയുന്നില്ലേ? അതിന്റെ രണ്ടിന്റെയും ഫംഗ്ഷൻ എന്താണ്? ഫുഡ് സ്റ്റോറേജ്. ശരിയല്ലേ? അതില് സാധാ പൊട്ടാറ്റോ എന്ന് പറയുന്നത് എന്താ? സ്റ്റെം ആണോ റൂട്ട് ആണോ? സ്റ്റെം ആണ്. സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നതോ അഡ്വന്റേഷ്യസ് റൂട്ട് ആണ്. അഡ്വന്റേഷ്യസ് റൂട്ട് ആണ്. റൂട്ട് ആണ്. മനസ്സിലായോ? ഇത് സ്ഥിരം ചോദിക്കാറുണ്ട്. പൊട്ടാറ്റോ എന്താണ്? സ്വീറ്റ് പൊട്ടാറ്റോ എന്താണ്? പൊട്ടാറ്റോ സ്റ്റെമ്മും സ്വീറ്റ് പൊട്ടാറ്റോ എന്താണ്? റൂട്ടും ആണ്. ഓക്കെ? മോഡിഫിക്കേഷൻസ് പഠിക്കേണ്ടത് അങ്ങനെയാണ് കേട്ടോ. പുതിയ ടെക്സ്റ്റ് അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലും നീറ്റ് സിലബസിൽ മോഡിഫിക്കേഷൻസ് അവർ എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല മോർഫോളജിയിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഇല്ലാത്ത കുറച്ച് അഡീഷണൽ ഫാമിലി നെയിംസും അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടി പറഞ്ഞാന്നുള്ളത് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ഞാനിപ്പോ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ആ അഡീഷണൽ വരുന്ന ഫാമിലീസിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, കുറച്ച് ടേംസ് നമുക്ക് ഒരു എക്സാം കഴിയുമ്പോഴേ അറിയുള്ളൂ അവർ എന്തൊക്കെയാ ചോദിക്കാൻ പോകുന്നതെന്നുള്ളത്. ഓക്കെ? ഫ്ലോറൽ ഫോമിലി ഫ്ലോറൽ ഡയഗ്രാം കേട്ടിട്ടുണ്ടോ? ഒരു പ്ലാന്റ് ഫാമിലിനെ കുറിച്ച് എഴുതുമ്പോ ഒരു സെമി ടെക്നിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ആദ്യം അതിന്റെ സ്റ്റെം, ലീഫ്, റൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയതിനു ശേഷം ഫ്ലവറിന്റെ കാര്യങ്ങൾ എഴുതും. അതിനുശേഷം അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫോർമുലയും കൊടുക്കും, ഒരു ഡയഗ്രവും കൊടുക്കും. ഇതുപോലെ ഈ താഴെ കാണുന്നതാണ് അതിന്റെ ഫോർമുല, ഈ മുകളിൽ കാണുന്നതാണ് ഫ്ലോറൽ ഡയഗ്രാം. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും നമുക്ക് അതിന്റെ ഫ്ലവറിനെ കുറിച്ചിട്ട് കുറച്ച് ഐഡിയാസ് കിട്ടും. ഇതെങ്ങനെയുള്ളതാണ്? ക്ലിയർ ആണോ? ഓക്കെ? ഫ്ലോറൽ ഫോർമുല കൊടുക്കുമ്പോൾ എന്തൊക്കെ റെപ്രസെന്റേഷൻസ് ആണ് നമ്മൾ കൊടുക്കുക? ഞാൻ ആദ്യം ഒരു ഫോർമുല വെച്ച് പറയാം. ഇത് ലിലിയാസി എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ്. ലിലിയാസി പണ്ടത്തെ ടെക്സ്റ്റിലുള്ളതാണ്, പുതിയ സിലബസിലും അവർ എഴുതിയിട്ടുണ്ട്. പുതിയ ടെക്സ്റ്റ് കട്ട് ചെയ്തു, പക്ഷെ സിലബസിൽ കിടക്കുന്നുണ്ട്. ഫ്ലോറൽ ഫോർമുല എഴുതുമ്പോൾ ഒരു എന്താണ് ഓർഡർ ഉണ്ട് കേട്ടോ. ബ്രാക്റ്റ് എന്ന് പറയുന്നത് ഇത് ഫ്ലവർ ആണെങ്കിൽ, ഇത് സോറി എന്ത് ഫ്ലവർ അത്? ആവേശം ലേശം കൂടിപ്പോയതാണ്, അതാണ് ഫ്ലവർ അങ്ങനെയായത്. ഇത് പെഡിസല്, ഇത് ഫ്ലവർ ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ താഴെ കാണുന്ന ഒരു റെഡ്യൂസ്ഡ് ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആണ് നമ്മൾ ബ്രാക്റ്റ് എന്ന് പറയുന്നത്. ബ്രാക്റ്റ്. ഇപ്പൊ ചില ഫ്ലവറിന് ബ്രാക്റ്റ് ഉണ്ടായിരിക്കും, ചില ഫ്ലവറിന് ബ്രാക്റ്റ് ഉണ്ടായിരിക്കില്ല. ബ്രാക്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് BR എന്ന് പറയുന്ന സിമ്പൽ കൊടുക്കുന്നത്. ഇതെന്താണെന്നറിയോ? ഒരു ഫ്ലവറിനെ ഇങ്ങനെയും ഇങ്ങനെയും ഒക്കെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താ? എന്ത് സിമെട്രി എന്നാ വിളിക്കാം? റേഡിയൽ സിമെട്രി അല്ലേ? റേഡിയൽ സിമെട്രിയുടെ വേറെ പേരെന്തായിരുന്നു ബോട്ടണിയിൽ വന്നപ്പോ? ആക്ടിനോമോർഫിക് ആയിരുന്നില്ലേ? ആ ആക്ടിനോമോർഫിക് ആണെന്ന് കാണിക്കാനുള്ള സിമ്പിൾ ആണ് ഒരു സർക്കിൾ ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ പ്ലസ് സൈൻ. ഈ പെർട്ടിക്കുലർ ഫ്ലവർ ബൈസെക്ഷൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തത്. ഇത് ഗൈനീഷ്യൻ മാത്രമുള്ള ഒരു ഫീമെയിൽ ഫ്ലവർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചേനെ. ആൻഡ്രീഷ്യൻ മാത്രമുള്ള ഒരു മെയിൽ ഫ്ലവർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചേനെ. ഇത് രണ്ടും ഉണ്ട്, അപ്പൊ ബൈസെക്ഷൽ ആണ്, അത് കാണിക്കാൻ വേണ്ടി ഇതാ ഇങ്ങനെ സിമ്പിൾ കൊടുക്കും. മനസ്സിലായോ? ഇനി ഫ്ലവറിന്റെ 4 വേൾഡ്സിൽ ഏതൊക്കെയാ? കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. പുറത്തുനിന്ന് അകത്തോട്ടാണ് നമ്മൾ എഴുതുക. K for calyx, C for corolla, BR എന്ന് പറഞ്ഞാൽ ബ്രാക്റ്റ് ഉണ്ടെന്ന് അർത്ഥം. K for calyx, C for corolla, P for perianth,
A for andrecium, G for gynecium, plus ഇട്ട് അതിന്റെ ചുറ്റും ഒരു സർക്കിൾ ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ആക്ടിനോമോർഫിക്. ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, ഒറ്റ പ്ലെയിനില് ഒറ്റ വര കാണുന്നത് ഏതാ? സൈഗോമോർഫിക് ആണ്. ഒറ്റ പ്ലെയിനിലേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പെർസെന്റേജ് സൈൻ കാണിക്കുന്നത് സൈഗോമോർഫിക്കിന്. പിന്നെ ജി ഇട്ടിട്ട്, ജി എന്ന് പറഞ്ഞാൽ ഗൈനീഷ്യു ആണ്, അതിന്റെ അടിയിൽ ഒരു വര, അതായത് ജീനെ കൊണ്ട് തലയുടെ മുകളിൽ ഇരുത്തിക്കാണ്. അപ്പൊ അതെന്ത് ഓവറിയായി? സുപ്പീരിയർ ഓവറിയായി. ഹൈപ്പോഗൈനസ് കണ്ടീഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് ജീനെ താഴോട്ട് അടിച്ചമർത്തി ജി താഴെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ഓവറിയായി? ഇൻഫീരിയർ ഓവറിയായി, അല്ലെങ്കിൽ എപ്പിഗൈനസ് കണ്ടീഷനായി. ക്ലിയർ ആയോ? ഇനി ബ്രാക്കറ്റിലും വേറെ കുറച്ച് സിമ്പിൾസും ഒക്കെ കാണാം, അതെന്താണെന്ന് പറയാം. ഇനി ഈ ഫോർമുല മസ്റ്റാർഡ് ഫാമിലിയുടെ ആണ്. മസ്റ്റാർഡ് ഫാമിലിനെ പറയുന്ന വേറെ പേരാണ് ബ്രാസിക്കേസി. ബ്രാസിക്കേസി. ഇത് വെച്ചിട്ട് ഈ ഫോർമുല നോക്കിയിട്ട് അതിന്റെ കാര്യങ്ങൾ ഒന്ന് പറയാം. ഇതിന്റെ സിമെട്രി എന്താ? വേഗം പറ. സിമെട്രി എത്ര വരെയുണ്ട് സർക്കിളിന്റെ ഉള്ളില്? രണ്ട് വരെയല്ലേ? അപ്പൊ ഇങ്ങനെയും ഇങ്ങനെയും കട്ട് ചെയ്യാം, ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യാൻ ആക്ടിനോമോർഫിക് അല്ലെങ്കിൽ റേഡിയൽ. ബൈസെക്ഷൽ ആണോ യൂണിസെക്ഷൽ ആണോ? ബൈസെക്ഷൽ. ബൈസെക്ഷൽ. KCAG. കാലിക്സിന്റെ യൂണിറ്റിന്റെ പേരെന്താ? K. ആ, കാലിക്സിന്റെ യൂണിറ്റ് എന്താ? ഇൻഡിവിജ്വൽ യൂണിറ്റ് സെപ്പൽസ് അല്ലേ? ഈ ഫ്ലോറൽ ഡയഗ്രാം വരയ്ക്കുമ്പോഴും കാലിക്സിൽ നിന്നും ഗൈനീഷ്യത്തിലോട്ട് പുറത്തുനിന്ന് അകത്തോട്ടാണ് വരയ്ക്കാം. അപ്പൊ ഈ പുറത്ത് വരച്ചിരിക്കുന്ന ഇതൊക്കെ ഇല്ലേ, ഇതെന്താ? കാലിക്സ് ആണ്. ഇത് കാലിക്സ് ആണ്. ഇതൊക്കെ കാലിക്സിനെ അല്ലെങ്കിൽ സെപ്പലിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ടോട്ടൽ എത്ര സെപ്പൽ ഉണ്ടെന്ന് പറഞ്ഞേ? 4. അത് രണ്ടും രണ്ട് വേള് പോലെയല്ലേ നിൽക്കുന്നത്? രണ്ട് പുറത്തും രണ്ട് അകത്തും പോലെ. നോക്കി നോക്കിയേ, ഇത് രണ്ടും പുറത്ത്, ഇത് രണ്ടും ഉള്ളില്, രണ്ട് സെറ്റ് പോലെയല്ലേ നിൽക്കുന്നത്? അതുകൊണ്ടാണ് 2+2 എഴുതിയിരിക്കുന്നത്. കണ്ടോ? ടോട്ടൽ 4 ഉണ്ട്, 2+2. എത്ര കൊറോള ഉണ്ട് നോക്കിയേ. ഇതാണ് കൊറോള. 1 2 3 4. C4 എന്നല്ലേ എഴുതിയിരിക്കണേ? നോക്കി നോക്കിയേ. എത്ര സ്റ്റേമൻ ഉണ്ട് നോക്കി നോക്കിയേ. ഇതാണ് സ്റ്റേമൻ. 1 2 3 4 5 6. ശരിയല്ലേ? ഇതില് 2 എണ്ണം പുറത്തും 4 എണ്ണം ഉള്ളിലുമായിട്ടല്ലേ കാണിച്ചിരിക്കുന്നത്? രണ്ട് സെറ്റ് ആയിട്ട്. അപ്പൊ എഴുതിയിരിക്കുന്ന നോക്കിക്കേ, ടോട്ടൽ 6 ഉണ്ട്, പക്ഷെ രണ്ട് സെറ്റ് ആയതുകൊണ്ട് 2+4. ക്ലിയർ അല്ലേ? ഇനി ജി നോക്കിയിട്ട് ഇത് സുപ്പീരിയർ ആണോ ഇൻഫീരിയർ ആണോ എന്ന് പറഞ്ഞേ. ജി തലയുടെ മുകളിലാണ്. ആ, രണ്ട് കാർപ്പൽ ഉണ്ട്, അതുകൊണ്ടാണ് അത് 2 എന്നിട്ടിരിക്കണേ. ഇറ്റ് ഇസ് ബൈ കാൽപ്പറി. രണ്ടെണ്ണം ഉണ്ട്. ഇത് രണ്ടും, ഈ രണ്ട് കാർപ്പലും ഫ്യൂസ്ഡ് ആണ്. സിൻകാർപ്പസ് ആണ്. സിൻകാർപ്പസ് എന്ന് പറയില്ലേ നമ്മള്? സിൻകാർപ്പസ് അപ്പോകാർപ്പസും കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. സിൻകാർപ്പസ് എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഫ്യൂസ്ഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, കണ്ടോ? ഫ്യൂഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ എൻക്ലോസിംഗ് ദ ഫിഗർ വിത്തിൻ ബ്രാക്കറ്റ്. ഓക്കെ ആണോ? മനസ്സിലായോ ഡയഗ്രാം ഫോർമുലയും തമ്മിലുള്ള ഇന്റർപ്രിട്ടേഷൻ? ഇനി ഇത് നോക്കിയിട്ട് വേഗം പറഞ്ഞേ. ഫെബേസി. സിമെട്രി സൈഗോമോർഫിക്. ഇതോ ബൈസെക്ഷൽ. സെപ്പൽസ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. ഈ 5 എണ്ണം ഫ്യൂസ്ഡ് ആയിട്ടല്ലേ കാണിച്ചിരിക്കുന്നത്? നോക്കി നോക്കിയേ. ഫ്യൂസ്ഡ് ആണെങ്കിൽ അതിനെ ഗാമോസെപ്പാലസ് എന്നല്ലേ പറയാ? കണ്ടോ? ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്ന കണ്ടോ? പെറ്റല് നോക്കി നോക്ക. പെറ്റല് 1 2 3 4 5. നമ്മൾ പീ പ്ലാന്റിന്റെ പെറ്റലിന്റെ എസ്റ്റിവേഷൻ പഠിച്ചിട്ടുണ്ട്. വെക്സിലറി ഓർമ്മയുണ്ടോ? ഒരു സ്റ്റാൻഡേർഡ് പെറ്റല് കാണും. 2 വിങ്സ് കാണും, 2 ആന്റീരിയർ. ഇതിൽ ഫ്യൂഷൻ വരുന്നത് ഈ 2 പേർക്ക് മാത്രമല്ലേ? അവരെ മാത്രം ബ്രാക്കറ്റിൽ ഇട്ടിക്കണ കണ്ടോ? ആൻഡ്രീഷ്യ നോക്ക. സ്റ്റേമൻ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 കാണാൻ പറ്റും. ഇതില് ഒരെണ്ണം ഒറ്റയ്ക്ക് നിൽക്കുവാണ്, പിണങ്ങി നിൽക്കുക. ബാക്കി 9 പേരും എങ്ങനെയാ? ഫ്യൂസ്ഡ്. 9+1. ആ 9 ബ്രാക്കറ്റിൽ ഇട്ടേക്കണ കണ്ടോ? ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് 2 ബണ്ടിലായിട്ട് കാണുമ്പോൾ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഡൈഅഡൽഫസ്. ഓർമ്മയുണ്ടോ? പീ പ്ലാന്റ് ഫെബേസി ഫാമിലിയിൽ വരുന്നതാണ് പീ പ്ലാന്റ്. ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ ഡൈഅഡൽഫസ് കണ്ടീഷൻ. ഓവറിയിൽ എത്ര കാർപ്പൽ ഉണ്ടെന്ന് പറഞ്ഞേ?
1 അതല്ലേ 1 എന്ന് എഴുതിക്കണേ. മോണോകാർപ്പിലറി സുപ്പീരിയർ ആണോ ഇൻഫീരിയർ ആണോ? superior, സുപ്പീരിയർ. സോളാനേസി ഫാമിലി നിങ്ങൾ ടെക്സ്റ്റിലുണ്ട്. ഇതില് ബാക്കി ഡയഗ്രാമും ഫോർമുലയൊക്കെ അതുപോലെ തന്നെ നോക്കുക. ഒരു സ്പെഷ്യൽ കാര്യം പറഞ്ഞുതരാം. ഇത് കണ്ടോ, സിക്ക് മേക്ക് മോള് ഒരു ആർച്ച് ഇട്ടക്കണുണ്ടോ? അതെന്തിനായിരിക്കും അറിയോ? സ്റ്റേമൻ അല്ലെങ്കിൽ ആൻഡ്രീഷ്യം പെറ്റലുമായിട്ട് കണക്റ്റഡ് ആണെന്ന് കാണിക്കാൻ. നോക്കി നോക്കിയേ, ആൻഡ്രീഷ്യം പെറ്റലിലോട്ട് ഒരു വര വരച്ച് വെച്ചിരിക്കണുണ്ടോ? എപ്പി പെറ്റാലസ് കണ്ടീഷൻ എന്ന് പറയും. എപ്പി പെറ്റാലസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എപ്പി പെറ്റാലസ് ഇങ്ങനെ ഒരു പ്ലാൻ പാർട്ട് വേറൊരു പ്ലാൻ പാർട്ടുമായിട്ട് അറ്റാച്ച്ഡ് ആണെങ്കിൽ അതിന്റെ കാണിക്കാനാണ് ആർച്ച് കൊടുത്തിരിക്കുന്നത്. എപ്പി പെറ്റാലസ് കണ്ടീഷൻ. ഓക്കെ ആണോ? ലിലിയാസിയെ ബ്രാക്റ്റ് ഉണ്ട്, ആക്ടിനോമോർഫിക് ആണ്, ബൈസെക്ഷൽ ആണ്. ഈ പി എന്തായിരിക്കും? പി ഇവിടെ കെയും കാണാനില്ല, സിയും കാണാനില്ല. അപ്പൊ എന്തായിരിക്കും ഇത്? പെരിയാന്ത്. ശരിയല്ലേ? കണ്ടോ, കാലിക്സും കൊറോണയും തമ്മിൽ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ദേ ആർ നോട്ട് ഡിസ്റ്റിങ്ക്ട്. എത്ര ഉണ്ട് നോക്കി നോക്കിയേ. ഈ പെരിയാന്തിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പറയുന്ന പേര് ടെപ്പൽ എന്നാണ്. TEPAL. ടെപ്പൽ. എത്ര ടെപ്പൽ ഉണ്ട്? 1 2 3 4 5 6. അത് രണ്ട് സെറ്റ് ആയിട്ടല്ലേ കാണുന്നത്? പുറത്ത് 3 ഉള്ളില് 3. 3+3. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്യൂസ്ഡ് അല്ലേ? എല്ലാവരും ഫ്യൂസ്ഡ് ആയിട്ടല്ലേ നിൽക്കുന്നത്? സോ ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചിരിക്കുന്നുണ്ടോ? ആൻഡ്രീഷ്യം എത്ര ഉണ്ട്? 1 2 3 4 5 6. അത് നോക്കിയൊക്കെ, 3 ഉള്ളിലുള്ളതിനോട് കണക്റ്റഡ് ആയിട്ടും ബാക്കി 3 പുറത്തോട്ട് കണക്റ്റഡും. 3+3 എന്ന് കണ്ടോ? ജിക്ക് താഴെ ഒരു ലൈൻ വേണം. ഇത് സുപ്പീരിയർ ഓവറി ആണ്. 3 കാർപ്പലാണ്, അത് ഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ടാണ് 3 ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത്. ഓക്കെ. ഇനി അഡീഷണൽ വരുന്ന 4 ഫാമിലീസ് ഉണ്ട്. മാൽവേസി, നമ്മുടെ ചൈന റോസ് വരുന്നില്ലേ? ചൈന റോസ്, ഹിബിസ്കസ്, അത് വരുന്ന ഫാമിലിയാണ് മാൽവേസി. പൊയാസി നിങ്ങളുടെ സിലബസിലെ ഗ്രാമീണ എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതിന്റെ വേറെ പേരാണ് പൊയാസി. കമ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും സിലബസിൽ കൊടുത്തിട്ടുണ്ടാവുക. എന്താ? അത് നെയിം ഈസ് ആസ്ട്രേസിയെ, സൺഫ്ലവർ വരുന്ന ഫാമിലി. ഞാൻ വേഗം ഒന്ന് പറഞ്ഞു പോവാം. മാൽവേസി എന്ന് പറയുന്ന ഫാമിലി, ഹിബിസ്കസ്, ലേഡീസ് ഫിംഗർ, കോട്ടൺ. നമ്മുടെ എന്താണ്, കോട്ടൺ, ലേഡീസ് ഫിംഗർ, ചൈന റോസ്, ഇത് 3 പലയിടത്തും എക്സാമ്പിൾ ആയിട്ട് വരുന്നിട്ടുണ്ട്. ഓക്കെ. ഇവര് 3 പേരാണ് ഞാനിപ്പോ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. മാൽവേസി ഫാമിലിയിൽ ചൈന റോസ് വരുന്ന ഫാമിലി കേട്ടോ, ഓർത്ത് വെക്കാം. ഇവര് മോണോഅഡൽഫസ് ആണ്. മോണോഅഡൽഫസ് ആണ്. ചൈന റോസ് എന്നുള്ളത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവർക്ക് കാലിക്സിന് താഴെ ഇതേ കണ്ട ഫ്ലോറൽ ഫോമിൽ നോക്കിയേ, KCAG കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ കെക്ക് മുന്നേ ഒരു എപ്പി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നുണ്ടോ? കാലിക്സിന് താഴെ, ഇത് കാലിക്സ് ആണെങ്കിൽ കാലിക്സിന് താഴെ വേറൊരു സ്ട്രക്ചർ കാണാം അതുപോലത്തെ. അതിനെ പറയുന്ന പേരാണ് എപ്പികാലിക്സ്. അപ്പൊ എപ്പികാലിക്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഏത് ഫാമിലിയിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാൽവേസിയിലാണ്. ഓക്കെ. ഇവരുടെ സിമ്മട്രി നോക്കുവാണെങ്കിൽ ഏത് സിമ്മട്രി ആണെന്ന് പറഞ്ഞേ? ആക്ടിനോമോർഫിക് ആണ്. സി, ഇത് നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലെങ്കിലേ നിങ്ങൾ പഠിച്ച, ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് അതിനാ. നമ്മൾ ആക്ടിനോമോർഫിക്കിന് എക്സാമ്പിൾ പറഞ്ഞത് എന്താ? ആക്റ്റീവ് എന്താണ് അവിടെ എന്തോ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മള് ആക്ടിനോമോർഫിക്കിന് എക്സാമ്പിൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, ചൈന റോസ് പഠിക്കാം. ചൈന റോസ് പഠിക്കാം കേട്ടോ. എനിവേസ്, എപ്പികാലിക്സ് ഏത് ഫാമിലിയിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാൽവേസി ആണ്. ഇവർ ആക്ടിനോമോർഫിക് ആണ്, ബൈസെക്ഷൽ ആണ്. യൂണിസെക്ഷൽ ആയിട്ട് ഒരാൾ പറയും, അത് ഞാനിപ്പോ പറഞ്ഞുതരാം ഏത് ഫാമിലിയിലാണെന്ന് കേട്ടോ. ഇനി പൊയാസി ഫാമിലി, ഗ്രാമീണ. ഇവരുടെ ഇദ്ദേഹത്തെ കുറിച്ച് എന്തായാലും നോക്കി വെച്ചോ. കാരണം ഫസ്റ്റ് ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഇയാളെ കുറിച്ച് പറയുന്നില്ലേ? ട്രിറ്റിക്കം ആസ്റ്റിവം പറയുന്നില്ലേ? ഇവര് സൈഗോമോർഫിക് ആണ്. ഇവരുടെ ഫ്രൂട്ടിനെ പറയുന്ന പേരാണ് കാരിയോപ്സിസ്. ഞാൻ വളരെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് മാത്രമാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. നമ്മള് കൊക്കനട്ടിലും മാംഗോയിലും ഡ്രൂപ്പ് എന്ന് പറഞ്ഞു. അതേപോലെ ഈ വീറ്റ്, റൈസ്, ഇവരിലൊക്കെ കാണുന്ന ആ ഫ്രൂട്ടിനെ പറയുന്ന പേരാണ് കാരിയോപ്സിസ്.
ഇനി ഇവരിലും പെരിയാന്ത് തന്നെയാണുള്ളത്. കാലിക്സും കൊറോളയല്ല, പെരിയാന്താണുള്ളത്. ആ പെരിയാന്ത് എന്ന് പറയുന്നത് വളരെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അതിനെയാണ് ലോഡിക്യൂൾസ് എന്ന് പറയുന്നത്. ഇത്രയൊക്കെ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ പറയില്ല. നമുക്കറിയില്ല ഇവരെന്താ ചോദിക്കുന്നതെന്ന്. ഈ ഫാമിലീസിനെ കുറിച്ച് ടെക്സ്റ്റിൽ പറയുന്നില്ല, പക്ഷെ അവർ സിലബസിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ പെരിയാൻ ഇസ് റെപ്രസെന്റഡ് ബൈ സം സ്ട്രക്ചർ കോൾഡ് ലോഡിക്യൂൾസ്. ഇവരുടെ ഇൻഫ്ലോറസൻസിനെ പറയുന്ന പേരാണ് സ്പൈക്ക് ഓഫ് സ്പൈക്ലെറ്റ്സ്. റെസിമോസ്, സൈമോസ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ വരുന്ന സബ് കാറ്റഗറീസ് ആണ് ഈ സ്പൈക്ലെറ്റ്സ് ഒക്കെ. അപ്പൊ പൊയാസി എന്ന് പറയുന്ന ഫാമിലിയിൽ അങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻഫ്ലോറസൻസ് ആണ് പറയുന്നത്. നിങ്ങൾ ചുമ്മാ നോട്ടായിട്ട് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കാം, മറക്കുമ്പോ കാണാൻ. ഓക്കെ, ആസ്ട്രാസി എന്ന് പറയുന്നത് കമ്പോസിറ്റേ എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ്. ഇവര് ഞാൻ പറഞ്ഞിരുന്നു, ഒരു സൺഫ്ലവർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫ്ലവർ അല്ല. നമ്മൾ കാണുമ്പോൾ അതൊരു സിംഗിൾ ഫ്ലവർ ആയിട്ട് തോന്നുവാണെങ്കിലും there are lot of flowers in it. ഓക്കെ, ഞാൻ അന്ന് പറഞ്ഞിരുന്നു ആ യെല്ലോ കളറിൽ റേഡിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണ് റേ ഫ്ലോററ്റ്. ഉള്ളിൽ കാണുന്ന ബ്രൗൺ കളറിലുള്ള ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണ് ഡിസ്ക് ഫ്ലോററ്റ്. ക്ലിയർ ആണോ? ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഇൻഫ്ലോറസൻസിനെ പറയുന്ന പേരാണ് ക്യാപിറ്റുലം. ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഇൻഫ്ലോറസൻസിന് ആസ്ട്രാസിയ ഫാമിലിയിലെ ഇൻഫ്ലോറസൻസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് കോൾഡ് ക്യാപിറ്റുലം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിസ്ക് ഫ്ലോററ്റ്സ് ഇൻ ദ സെന്റർ സറൗണ്ടഡ് ബൈ റേ ഫ്ലോററ്റ്സ്. നമ്മൾ സൺഫ്ലവർ എക്സാമ്പിൾ ആയിട്ട് പഠിക്കുമ്പോൾ റേ ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവർ എന്ന് പഠിച്ചില്ലേ പലയിടത്തും. So sunflower is not a single flower. There are many flowers. One is ray floret and the other one is disc floret. പുറത്ത് കാണുന്ന യെല്ലോ കളറിലുള്ളത് റേ ഫ്ലോററ്റും ഉള്ളിൽ കാണുന്ന കുഞ്ഞ് ബ്രൗൺ കളറിൽ കാണുന്നത് ഡിസ്ക് ഫ്ലോററ്റ്സുകളുമാണ്. കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണത്. നമുക്ക് പെറ്റല് പോലെ തോന്നും, പക്ഷെ അതൊക്കെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ്. ഇവിടെ ഫ്ലോറൽ ഫോർമുലയും ഫ്ലോറൽ ഡയഗ്രം ഒക്കെ റേ ഫ്ലോററ്റ്സിനും മറ്റേതിനും വേറെ വേറെ വരും. One second. റേ ഫ്ലോററ്റ് ഒന്ന് നോക്കുക. റേ ഫ്ലോററ്റ് സൈഗോമോർഫിക് ആണ്. റേ ഫ്ലോററ്റ് ദാ ഇതിന് ഈ കാണുന്ന യെല്ലോ കളറിലുള്ള ഫ്ലവർ ഇല്ലേ, ഇതിന് നമുക്ക് കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മനസ്സിലാവും. ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്താൽ മാത്രമല്ലേ നിങ്ങൾക്ക് രണ്ട് ഹാഫ് കിട്ടുള്ളൂ. സോ ഇറ്റ് ഈസ് സൈഗോമോർഫിക് ആണ്, യൂണിസെക്ഷൽ ആണ്. ഇതാ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ ഒരു യൂണിസെക്ഷൽ ആള് വന്നു കേട്ടോ. ഇദ്ദേഹത്തിന് ഇല്ലാത്തത് എന്താ നോക്കിയേ, ആൻഡ്രീഷ്യം ഇല്ല, കണ്ടോ? 0 എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ? അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പണ്ട് എയിംസിനോ മറ്റോ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പാപ്പസ് ലൈക്ക് സ്ട്രക്ചർ കാണുന്നത് ഏത് ഫാമിലിയിലാണെന്ന്. പാപ്പസ് ലൈക്ക്, ഹെയർ ലൈക്ക്, ദാ ഇവിടെ കണ്ടോ, ഇവരുടെ സീഡ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ടോ? ഇത് ആക്ച്വലി മോഡിഫൈഡ് കാലിക്സ് ആണ്. മോഡിഫൈഡ് കാലിക്സ് ആണ് പാപ്പസ് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയും. ഇത് കാണുന്നത് കമ്പോസിറ്റർ ഫാമിലിയിൽ അല്ലെങ്കിൽ ആസ്ട്രാസി ഫാമിലിയിലാണ്. ആൻഡ്രീഷ്യം ആബ്സെന്റ് ആണ്, അതുകൊണ്ടാണ് എന്ത് വന്നത്, യൂണിസെക്ഷൽ ആയത്. സി നമ്മള് ഇൻഫീരിയർ ഓവറി പഠിച്ചപ്പോ അവിടെ കുക്കു ഗോവയില് റൂം എടുത്തു. ആ റൂം എടുത്തു എന്നുള്ളത് ആറ് എന്തായിരുന്നു, റേ ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവർ ആയിരുന്നില്ലേ? സോ ഓവറി എങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞേ. ഹൗസ് ദി ഓവറി? ഓവറി ഈസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓവറി എന്താ, ഇൻഫീരിയർ ആണ്. ഓക്കെ, ഇനി ഡിസ്ക് ഫ്ലോററ്റ് വരുവാണെങ്കിൽ സി ഡിസ്ക് ഫ്ലോററ്റ് ആക്ടിനോമോർഫിക് ആണ്. ഇദ്ദേഹം സൈഗോമോർഫിക് ആയിരുന്നു, ഇദ്ദേഹം ആക്ടിനോമോർഫിക് ആണ്. ഇദ്ദേഹം ബൈസെക്ഷൽ ആണ്, കണ്ടോ, ബൈസെക്ഷൽ ആണ്. ഡിസ്ക് ഫ്ലോററ്റ് ബൈസെക്ഷൽ ആണ്, വേറസ് റേ ഫ്ലോററ്റ് വാസ് യൂണിസെക്ഷൽ. കാലിക്സ് ഇവിടെയും പാപ്പസ് ലൈക്ക് സ്ട്രക്ചർ പറയും. ആൻഡ്രീഷ്യം ഉണ്ട്, അതും എപ്പിപെറ്റാലസ് കണ്ടീഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ തൽക്കാലം ഇത്രേ പറയുന്നുള്ളൂ. ഒരു കാര്യം ഓർക്കുക, മോർഫോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യത്തെ എക്സാം കഴിയുമ്പോഴാണ് ഇവർ എന്തൊക്കെയാണ് ചോദിക്കാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ കിട്ടുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സ്പെഷ്യൽ കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞത്. വേഗം വേഗം. മാൽവേസിയിലാണ് എപ്പിക്കാലിക്സ് കാണുന്നത്, ഫയാസിയിലാണ് ലോഡിക്യൂൾസ് പറയുന്നത്, ആസ്ട്രാസിയിലാണ് ക്യാപിറ്റുലം എന്ന് പറയുന്ന ഇൻഫ്ലോറസൻസ്, ഡിസ്കും റേ ഉള്ളത്. അതിൽ ഡിസ്ക് ബൈസെക്ഷലും റേ യൂണിസെക്ഷൽ ആണ്. ഓക്കെ, നാളെ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ചെറിയൊരു ചാപ്റ്റർ ആണ്, അത് നാളെ കംപ്ലീറ്റ് ചെയ്യും. സോ നിങ്ങൾക്ക് ഇപ്പൊ എക്സാമിന്റെ സമയമല്ലേ, എക്സാം പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ തുടങ്ങും. നിങ്ങൾക്ക് ബയോളജി നിങ്ങൾ എന്തായാലും അറ്റംപ്റ്റ് ചെയ്യാം. ബാക്കി ഫിസിക്സും കെമിസ്ട്രിയും ഇറ്റ്സ് അപ് ടു യു. ഇഫ് യു വോണ്ട് ടു അറ്റംപ്റ്റ് യു ക്യാൻ അറ്റംപ്റ്റ് ചെയ്യായിരിക്കും നല്ലത് കേട്ടോ, ടൈം മാനേജ്മെന്റ് കിട്ടും.
അതിനുശേഷം ആഫ്റ്റർനൂണിൽ നിങ്ങൾക്ക് കീ ഷെയർ ചെയ്ത് തരും. ഓക്കെ ആണോ?